നിന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കേട്ട Okay. അപ്പൊ അവർ കനാനിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. കനാനിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയാണ്. അവർ ഈജിപ്തിൽ നിന്നും തിരിച്ച് എവിടെ എത്തി? മിസ്രയീമിലെത്തി. അവർ എവിടെ നിന്നാണ് തിരിച്ചത്? അവർ എവിടെ നിന്നാണ് തിരിച്ചത്? രാംസസിൽ നിന്നാണ് തിരിച്ചത്. സോറി, ആ പേജ് പോയി. അവർ തിരിച്ചത് രാംസസിൽ നിന്നാണ്. അവിടെ നിന്ന് എവിടെ വന്നു? അവിടെ നിന്നും എവിടെ വന്നു? സൂക്കോത്തിൽ നിന്നും സീനായി പെനിൻസുലയിലേക്ക് വന്നു. സീനായി പെനിൻസുല ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സീനായി പെനിൻസുലയാണ് ഈ ട്രയാങ്കിൾ പോലെ കാണുന്നത്. ട്രയാങ്കിൾ പോലെ കാണുന്നതിന്റെ ട്രയാങ്കിളിന്റെ മലയാളം ത്രികോണം പോലെ കാണുന്നത് എന്താണ്? സിനായ് പെനിൻസുല. സീനായി പെനിൻസുല. പെനിൻസുലയുടെ അർത്ഥം പറഞ്ഞു തന്നായിരുന്നല്ലോ അല്ലേ? എന്താണ് പെനിൻസുലയുടെ അർത്ഥം? Surrounded by water for 3 sides. Yeah, right. All sides surrounded by water ആണെങ്കിൽ ഐലൻഡും, 3 sides ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്നത് ഇന്ത്യയിലും സറൗണ്ടഡ് ബൈ വാട്ടർ ആയതുകൊണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് സീൻ കാണാം. ഏറ്റവും മുകളിൽ സീൻ കാണാം. കാണാമോ? സീൻ. പിന്നെ അതിന്റെ താഴെ നിങ്ങൾക്ക് വൈൽഡർനെസ് ഓഫ് ഈദാം കാണാം. സീനായി പെനിൻസുല ഫുൾ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. മാറാ ഏലിയും ഇവിടെ ഇങ്ങനെ മാറാ ഏലിയും കാണാം. മാറാ ഏലിയും കണ്ടോ? ഹോരേബ് മൗണ്ടൻ കണ്ടോ? കണ്ടല്ലോ അല്ലെ? മിദ്യാൻ, കാദേശ് ബർണ അവര് ചുറ്റുന്നുണ്ട്. ഈ കാദേശ് ബർണ ചുറ്റി അവര് തുടങ്ങിയെടുത്ത് ഏതാണ്ട് ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ വരുന്നുണ്ട്. അവരൊരു ഫുൾ റൗണ്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ഏദോമിലേക്ക് പോയി മോവാബ്, പിന്നെ അവർ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് അവരുടെ കനാൻ യാത്രയുടെ വഴി. കനാൻ യാത്രയുടെ വഴി മനസ്സിലായല്ലോ? ഇത് ഒരു ക്ലാസ് ആയിട്ട് പഠിപ്പിച്ചതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് ആ ക്ലാസിന്റെ ലിങ്ക് കേൾക്കാവുന്നതാണ്. ക്ലാസിന്റെ ലിങ്ക് അയച്ചു തന്നല്ലോ എല്ലാവർക്കും അല്ലേ? അയച്ചു തന്നു. അത് വിശദമായി കേട്ടാൽ മതി. അല്ലെങ്കിൽ ഇനി റൊട്ടേറ്റ് ചെയ്ത് വരാൻ ഇനി അടുത്ത 2.5 കൊല്ലം കഴിഞ്ഞ് ഈ ക്ലാസ് ഇനി വീണ്ടും വരും. ഇത് അവരവരുടെ ഗോത്രത്തിന്റെ സിമ്പലാണ്. ഇത് ഓരോ ഗോത്രത്തിന്റെയും സിമ്പലാണ് ഈ കാണുന്നത്. ഇനി അവരുടെ കനാൻ യാത്രയിൽ അവരെങ്ങനെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അവരെങ്ങനെയാ താമസിച്ചിരുന്നത്? പഴയ ആൾക്കാരൊന്ന് ക്ലാസ് എടുത്ത് എങ്ങനെയാ താമസിച്ചിരുന്നത്? കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. എങ്ങനെയാ കൂടാരം അടിച്ചിരുന്നത്? നടുക്കെന്താണ്? സമാഗമന കൂടാരം അല്ലെങ്കിൽ തിരുനിവാസം എന്ന് പറയും. ടബർനാക്കിളിന്റെ അർത്ഥം എന്താണ്? തിരുനിവാസം. ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് വേറൊരു പേരുണ്ട്. അതിന്റെ മലയാളം എന്താണ്? ടബർനാക്കിളിന് വേറൊരു പേരുണ്ട്, ടെന്റ് ഓഫ് മീറ്റിംഗ്. അതിന്റെ മലയാളം എന്താണ്? സമാഗമന കൂടാരം. 2 പേർ ഒരുമിച്ച് വന്ന് കൂടുന്നതിനാണ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാഗമന കൂടാരം. മനസ്സിലായോ? ഗോഡ് ടബർനാക്കിൾഡ് among them ഇസ്രായേലൈറ്റ്സ്. അതുകൊണ്ട് അതിനെ ടബർനാക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഈ ടബർനാക്കിളിന് ചുറ്റും താമസിക്കുന്ന ആരാണ്? ലേവിയ ഗോത്രക്കാരാണ്. ടബർനാക്കിളിന് ചുറ്റും ലേവിയ ഗോത്രക്കാരാണ്. പിന്നെ 4 സൈഡിലും 3 ഗോത്രങ്ങൾ വീതമാണ് താമസിക്കുന്നത്. 4 സൈഡിലും 3 ഗോത്രങ്ങളുടെ കൂടാരമായിരുന്നു. അപ്പൊ കിഴക്ക് ആരൊക്കെയായിരുന്നു? നഫ്താലി, ആശർ, ദാൻ. കിഴക്ക് ഇസഖാർ, സെബുലൂൻ, ജൂഡ. കിഴക്ക് ഇസാഖ്, സെബുലൂൻ, ജൂദ. വെസ്റ്റ് ആരൊക്കെയാണ്? മനസ്സെ, ബെഞ്ചമിൻ, എഫ്രൈം. സൗത്ത് റൂബൻ, സിമിയോൻ, ഗാദ്. നോർത്തിലോ?
നഫ്താലി, അഷേർ, ദാൻ. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കേട്ടാൽ വിശദമായി മനസ്സിലാകും. അത് ഇതായിരുന്നു സമാഗമന കൂടാരവും അതിന് ചുറ്റുമുള്ള ഗോത്രങ്ങളും ഇങ്ങനെയാണ് താമസിച്ചിരുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ ഇങ്ങനെയാണ് അവർ ഗോത്രമായി സമാഗമന കൂടാരത്തിന് ചുറ്റും താമസിച്ചിരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് സമാഗമന കൂടാരമാണ്. സമാഗമന കൂടാരത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? യാഗപീഠം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം 3 ഭാഗങ്ങളാണ് സമാഗമന കൂടാരത്തിനുള്ളത്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. മൗസ് എടുക്കാനും മറന്നുപോയി. ഇനിയിപ്പോ ഓക്കെ. ഇതാണ് സമാഗമന കൂടാരത്തിന്റെ അകംഭാഗം. അഗ്രഭാഗമാണ് ഈ കാണുന്നത്. സമാഗമന കൂടാരത്തിന്റെ അകംഭാഗം. അതിനകത്ത് 2 സ്ഥലങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? കർട്ടൻ അപ്പുറവും കർട്ടൻ ഇപ്പുറവും. കർട്ടൻ ഇപ്പുറമുള്ള സ്ഥലം എന്താണ്? വിശുദ്ധ സ്ഥലം. കർട്ടൻ അപ്പുറമുള്ള എന്താണ്? അതിവിശുദ്ധ സ്ഥലം. കർട്ടൻ അപ്പുറമുള്ള അതിവിശുദ്ധ സ്ഥലം. ഇപ്പുറം എന്തൊക്കെ സാധനമുണ്ട്? എന്തൊക്കെയുണ്ട്? കാഴ്ചയപ്പം, മേശയിലുള്ള കാഴ്ചയപ്പം, നിലവിളക്ക്, ധൂപപീഠം. അതെ, 3 കാര്യങ്ങളാണുള്ളൂ. അതിപരിശുദ്ധ ഈ അതിയല്ല, അതിപരിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെയുണ്ട്? തളർവടി, നിയമത്തിന്റെ കൽപ്പലക. ഈ മണ്ണയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും യഥാർത്ഥത്തിൽ നിയമപ്പെട്ടകത്തിനകത്താണ്. നിയമപ്പെട്ടകം കണ്ടിട്ടുണ്ടോ? ഇതാണ് നിയമപ്പെട്ടകം. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനകത്താണ്. നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ എന്താണ്? കെരൂബുകൾ. മുകളിലാണ് കൃപാസനം. അവിടെ 2 കെരൂബുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 2 കെരൂബുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത് ഇത് അവർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവർ ഗോത്രമായി താമസിച്ചിരുന്നതാണ്. നേരത്തെ കണ്ടതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് അളവുണ്ടെന്നുള്ളതാണ്. സമാഗമന കൂടാരത്തിന്റെ അളവുകളാണ്. അപ്പൊ സമാഗമന കൂടാരത്തിന്റെ വടക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ആരാണ്? ദാൻ, ആശേർ, നഫ്താലി. ദാൻ, ആശേർ, നഫ്താലി അല്ല, ലേവ്യരാണ് 4 ഭാഗത്തും. ലേവ്യരിൽ തന്നെ പല ഭാഗം ആൾക്കാരാണ് എല്ലാ ഭാഗത്തും താമസിച്ചിരുന്നത്. വടക്ക് ഭാഗത്ത് ആരാ താമസിക്കുന്നത്? മെരാരിയർ. അതെ, വടക്ക് നോർത്തിൽ മെരാരീസ് ആണ്. വെസ്റ്റില് ഗർഷോനിയറ്റ്സ് ആണ്. സൗത്തിൽ കൊഹാത്യർ ആയിരുന്നു. സൗത്തിൽ. ഈസ്റ്റിൽ ആരാണ്? പുരോഹിതരായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ബ്രോൺസ് അൾത്താറും ലിവർ ഓഫ് വാട്ടറും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സമാഗമന കൂടാരത്തിന്റെ അളവ് കാണാൻ കഴിയും. 150 ഫീറ്റ്, വീതി 75 ഫീറ്റ്. അതിനകത്ത് അതിനുശേഷം വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലത്തിന്റെയും ഒക്കെ അളവ് 30 ഫീറ്റ്, 15 ഫീറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഗോൾഡൻ കാൻഡിൽ സ്റ്റിക്കും അൾത്താർ ഓഫ് ഇൻസെൻസും കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. ഈ കോളം കൊടുത്തിരിക്കുന്ന ടേബിൾ ഓഫ് ഷോ ബ്രെഡ് ആണ്.
Yes, sir. അകത്ത് കൃപാസനം അല്ലെങ്കിൽ ന്യായാസനം, അത് കൃപാസനമായി മാറുന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ന്യായാസനമാണ്. അവിടെ മനുഷ്യർക്ക് കൃപ വരുന്നത് കൊണ്ട് നമ്മൾ ആർക്ക് ഓഫ് കവനന്റിനെ നമ്മൾ കൃപാസനം എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ന്യായാസനമാണ്. Yes, sir. ന്യായാസനത്തിൽ നിന്ന് നമുക്ക് കൃപ വരികയാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. Sacrifices. എത്ര ലേവ്യ യാഗങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? പ്രധാനപ്പെട്ട ലേവ്യ യാഗങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? 5. കേട്ടില്ല. 5. 5 ഏതൊക്കെയാ? The burnt offering, the grain offering, the peace offering, the sin offering, the trespass ഓഫറിങ്. ട്രെസ്പാസ് ഓഫറിങ് 5. അതിന് മുമ്പ് ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇവരിങ്ങനെ താമസിക്കുന്നെങ്കിൽ അവർക്ക് ഓരോരോ ജോലിയും ഉണ്ട് കേട്ടോ. ലേവ്യർക്ക് ഓരോരോ ജോലിയും ഉണ്ട്. ഇപ്പൊ നോർത്തിൽ താമസിക്കുന്ന മെരാരികളാണ്. അവരുടെ ജോലി എന്താണ്? കൂടാരപ്പണി. കൂടാരപ്പണി അല്ല, അതെ, അവർക്കാണ് ഈ കൊളുത്തുകളും അന്താഴങ്ങളും എല്ലാം എടുത്തോണ്ട് പോവുകയും ഫിറ്റ് ചെയ്യേണ്ട ജോലി ആരുടെയാണ്? മെരാരികളുടെയാണ്. കാർപ്പറ്റ്സ്, അതിനെ കവർ ചെയ്തിരിക്കുന്ന കാർപ്പറ്റ്സും എല്ലാം എടുത്തോണ്ട് പോകേണ്ട ആരുടെ ജോലിയാണ്? മാറി മാറി അവര് കൂടാരം മുന്നോട്ട് പോകും. അത് ഗർഷോനിയരുടെ ജോലിയാണ്. ദേവാലയ ഉപകരണങ്ങൾ കൊണ്ടുപോകേണ്ട ആരുടെ ജോലിയാണ്? അത് കൊഹാത്യരുടെ ജോലിയാണ്. ശുശ്രൂഷ ചെയ്യുകയാണ് മോശ അല്ലെങ്കിൽ അഹരോന്റെ പിന്തുണയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? 5 യാഗങ്ങൾ നമ്മൾ വായിച്ചു. ഇത് ലേവ്യ പുസ്തകത്തിലാണ് നമുക്ക് ഈ 5 യാഗങ്ങളും കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിൽ ബേൺഡ് ഓഫറിങ്ങും ഭോജനയാഗം നമുക്ക് 2-ാം അധ്യായത്തിലും കാണാൻ കഴിയും. സമാധാനയാഗം 3-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയും. പാപയാഗം 4-ാം അധ്യായത്തിലും അതിക്രമ യാഗം അത് 5-ാം അധ്യായത്തിലും നമുക്ക് ഇങ്ങനെ ഓരോ അധ്യായത്തിലും ഓരോ യാഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോ അധ്യായത്തിലും ഓരോ യാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതിന്റെ വിശദീകരണമാണ് മറ്റു ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെ ഇതാണ് അവർ ഇസ്രായേലിൽ എത്തിയതിനു ശേഷമുള്ള ഇസ്രായേലിന്റെ മാപ്പ്. അവർ രാഷ്ട്രം എങ്ങനെ വിഭജിച്ചെടുത്തു എന്നുള്ളതിന്റെ മാപ്പാണ് ഈ കാണുന്നത്. അവർ രാഷ്ട്രം ഈ കാണുന്ന നീല വരയില്ല. ഇതെന്താണ് ഈ നീല എന്നറിയാമോ? ഗനസരത്ത് തടാകം അല്ലെങ്കിൽ ഗലീല കടൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതാണ്. അവിടെ നിന്ന് ഒരു ചെറിയ നീല വര താഴോട്ട് വരുന്നുണ്ട്. കാണാമോ? അതെന്താണ്? അതാണ് യോർദാൻ റിവർ. ഈ യോർദാൻ റിവർ വന്ന് എവിടെ ചേരും? ചാവുകടൽ. ഡെഡ് സീ കാണാമല്ലോ എല്ലാവർക്കും അല്ലേ? ഡെഡ് സീ കാണാമല്ലോ. രാജു സാർ വരുന്നെങ്കിൽ പറയണേ. രാജു സാർ 7:40 ആവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ കിറ്റ് ചെയ്യും രാജു സാർ വരികയാണെങ്കിൽ. അപ്പൊ ഇനി അവര് രാജ്യം വിഭജിച്ചത് എങ്ങനെയാണ്? യോർദാൻ ഇക്കരെ നിങ്ങൾക്ക് കുറച്ച് പേര് കാണാം. ഏതൊക്കെയാണ്? കൊഹാത്യരോ? കേട്ടില്ല. ജോർദാന്റെ ഇക്കരെ ഉള്ളത് എഫ്രൈം, മനശ്ശെ അവരാണോ? അല്ല, യോർദാന്റെ കിഴക്ക് ഭാഗത്ത് ഗാദും രൂബേനും. ഗാദ് രൂപൻ. അവര് നടന്നു വരുമ്പോ ആദ്യം എത്തുന്ന കിഴക്ക് ഭാഗത്തൂടെ. കിഴക്ക് ഭാഗത്ത് കയറിയതിനു ശേഷം അവർ യോർദാൻ ക്രോസ് ചെയ്താണ് ഇസ്രായേലിലേക്ക് പോകുന്നത്. അവർ യോർദാൻ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ചു പേര് അങ്ങ് സെറ്റിലായി. ആരൊക്കെയാ സെറ്റിലായി? രൂബേനും ഗാദും. രൂബേനും ഗാദും അവിടെ സെറ്റിലായി. പിന്നെ ഒരാൾ സെറ്റിലായി. ആരാണ്? അമ്മോൻ ഇസ്രായേലിന്റെ മക്കളല്ല. അമ്മോൻ എന്ന് പറഞ്ഞ ഇന്നത്തെ ജോർദാന്റെ ക്യാപിറ്റൽ അമ്മാൻ. യേശുക്രിസ്തുവിന്റെ കാലത്ത് ദെക്കാപോലിത്ത നാട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ അമ്മോനെ ഉൾപ്പെടുന്നുണ്ട്. ഈ ഭാഗമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഡെക്കാപോലിസ്. 10 പട്ടണങ്ങളുടെ കൂട്ടമായിരുന്നു. അതിനാണ് ഡെക്കാപോലിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വരാം. അത് നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഉണ്ട്. രൂബേനും ഗിലെയാദും മനശ്ശയുടെ പാതി ഗോത്രവും. മനശ്ശ കണ്ടില്ലേ? ഒരേ കളർ അപ്പുറത്തും ഇപ്പുറത്തും പച്ച കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? യോർദാന്റെ അക്കരയും മനശ്ശയുടെ പാതി ഗോത്രവും. എന്നിട്ട് ക്രോസ് ചെയ്ത് അപ്പുറവും യോർദാന്റെ അക്കരയും മനശ്ശ തന്നെ എടുത്തു.
അതുകൊണ്ടാണ് അര ഗോത്രം അവിടെയും ഇവിടെ കഴിഞ്ഞു. അതിനുശേഷമാണ് അവർ യോർദാൻ ക്രോസ് ചെയ്യുന്നത്. യോർദാൻ ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റവും തെക്ക് ആരാ സെറ്റിലായേ? തെക്കെന്ന് പറഞ്ഞെങ്കിൽ അവർ യോർദാൻ ക്രോസ് ചെയ്ത് അവിടുന്ന് ക്രോസ് ചെയ്തിട്ടാണ് ഇനി താഴോട്ട് വരുന്നത്. ഇതിനെ സദേൺ കോൺകസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. യോശുവയുടെ നേതൃത്വത്തിൽ അവരെ ആദ്യം ക്രോസ് ചെയ്ത് സെൻട്രൽ റീജിയൻ കോൺകസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? സദേൺ കോൺകസ്റ്റ് എന്ന് വിളിക്കും. അവർ വന്ന് ഇനി കോൺകസ്റ്റ് ചെയ്ത് ഇവിടം വരെ വന്നു. ഏറ്റവും താഴെ സെറ്റിലായ ആരാണ്? സിമിയോൻ. അതിന്റെ മുകളിൽ ആരാണ്? യൂദ. യൂദയിലെ 2 പ്രധാന പട്ടണങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമിയോനിലെ ഒരു പ്രധാന പട്ടണം ഏതാണ്? ബെർഷേബ. പിന്നെ യൂദയുടെ മുകളിലാണ് ബെഞ്ചമിൻ സെറ്റിലായത്, ബെന്യാമിൻ. അതിന്റെ മുകളിലാണ് നിങ്ങൾക്ക് എഫ്രൈം കാണാൻ കഴിയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് മനശ്ശെ കാണാൻ കഴിയും. ഈ എഫ്രൈമിന്റെ സൈഡിൽ ഇവിടെ ആയിരുന്നു ഡാനിന് സ്ഥലം കൊടുത്തിരുന്നതെങ്കിലും ഡാൻ പിന്നീട് മുകളിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അതിന്റെ മനശ്ശെയുടെ മുകളിൽ ഇസാഖറും സബുലൂനും പിന്നെ ഇവിടെ നീളത്തിൽ അഷേറും നഫ്താലിയും കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ ഡാൻ കാണാൻ കഴിയും. ഇങ്ങനെയാണ് അവർ രാഷ്ട്രം ഗോത്രമായി വിഭജിച്ചെടുത്തത്. ഇവിടെ ലേവി ഇല്ല. ലേവിക്ക് പകരം 2 പേർക്ക് കൊടുത്തു. ആർക്കൊക്കെയാണ്? എഫ്രൈമും മനശ്ശെയ്ക്കും വീതം കൊടുത്തു. അങ്ങനെയാണ് അവർ 12 ആക്കിയത്. ലേവിക്ക് വീതം കൊടുത്തില്ല. കാരണം അവരുടെ ഓഹരി ആരായിരുന്നു? അവരുടെ ഓഹരി ദൈവം തന്നെയായിരുന്നു. അപ്പൊ ഇതാണ് കഥ. അബ്രഹാമും സാറയും, ലോത്ത്, ഇസ്ഹാക്ക്, ഏശാവ്, യാക്കോബ്, ഇസ്രായേൽ 12 ഗോത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇടത്ത ഭാഗത്ത് കാണാൻ കഴിയും. അതിനുശേഷം ഇസ്രായേൽ അടിമത്തത്തിൽ പോന്നു. 400 കൊല്ലം അവിടെ ജീവിക്കുന്നു. അതിനുശേഷം അവർ തിരിച്ചു വരുന്നു. മോശ, അഹരോൻ, യോശുവ അവർ പെസഹ ആചരിക്കുന്നു. പെസഹ ആചരിച്ചതിന് ശേഷം അവർ പുറപ്പെടുന്നു. പുറപ്പാട് 40 കൊല്ലം അവർ മരുഭൂമിയിൽ അലഞ്ഞുഴലുന്നു. തിരുനിവാസം അല്ലെങ്കിൽ ടെന്റ് ഓഫ് മീറ്റിംഗ്. അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. കനാൻ ദേശത്ത് പ്രവേശിച്ചപ്പോൾ അവരെ ഭരിച്ചവരുടെ പേരെന്താണ്? പിന്നെ ആദ്യത്തെ രാജാവിന്റെ പേരെന്താണ്? ഓക്കെ. അപ്പൊ ശരി, നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. രാജു സാറ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. താങ്ക് യു സാറേ. കണ്ടിന്യൂ ചെയ്തോളൂ സാറേ. Thank you. Hi friends, I am so sad and that I am a bit late because I had attended another meeting that I thought of winding up by 7:30, but it prolonged a bit. That's why I became a bit late, and sorry for that, because I had to address that congregation. That is actually, we started in our seminary a new program in association with the government of Kerala, which we call a counseling program, counseling psychology. It's a government-sponsored program, and our seminary has become a venue for starting such a course, and the inauguration was going on. So we had quite a lot of officials also from the government of Kerala and also from our seminary, and also a person also joined from states. So I had to be there. I could not quit the meeting. So that's why I became a bit late. Sorry for making you waiting for. So let's start our program. We already started the Greek class. Hope everybody can hear me. Ellar can kekamo? Yes, sir. Yeah, thank you. And actually, how many lessons we completed? 5 lessons. 5 lessons. Okay. So let me start from the beginning. We start with the alphabets. Did everybody learn the alphabets? Yes. Yeah. Let's say together. Say after me. Alpha. Everybody unmute and say alpha. Alpha. Beta. Beta. Gamma. Delta. Epsilon. Zeta. Theta. Beta. Iota. Kappa. Lambda. Nu. Psi. Micron. Pi. Rho. Sigma. Tau.
Tau. Upsilon, Epsilon. Pi, Pi. I, Pi. I, Omega. Omega. These are the alphabets, and we have learned both the small and the capital letters. And out of which we learned that there are the vowels, like short vowels like A, E, I, O, U. In English, in Greek, we may say alpha, epsilon, iota, omicron, and upsilon. And we also learned that there are two long vowels like eta, which is equal to E, and also omega, which is equal to O. So then we learned that there are, as we know in English or in every language, there are 8 parts of speech. In Greek also we have the parts of speech. So we started with the verb, though in general we start noun, pronoun, verb, adverb, adjective, preposition, conjunction, interjunction. But here we started with the verb. And I told you there are generally 5 types of there are different types of verbs in Greek, and we learned that there are tenses also in Greek. And I told you there are actually there are only 3 tenses in every language, but in Greek there are generally 5 tenses. There are generally 5 tenses, and the 5 tenses are the present indicative active, which we would say simple present or present continuous in English. Then we have the imperfect, which is equal to past continuous. Then we have the future tense in Greek. Other than that, there are 2 special tenses like aorist and perfect tense. Okay. Then we learned that in Greek, when you talk about the present form of the verb, there are different forms of verbs in Greek. For example, certain verbs are ending with omega. Certain verbs are ending with omega, certain other are ending with epsilon omega. Then there are also other verbs ending with omai, O-M-A-I, omai. There are also other verbs ending with omicron omega. There are also other verbs ending with alpha omega, and also finally mi ending verbs. So these are the different types of verbs, though they are all present tense, but the endings are different, because in the Greek language the ending is very particular or important, because the ending is the one that which it determines whether this is a tense or whether this is a noun or a verb or anything. So out of the ending. So regarding the verb, when we say in Greek, okay, whether it is verb or a noun or an adjective in Greek, we know that every word has 2 parts. Every word has 2 parts. The first part is called the stem, and the other part is called ending. Okay, and I told you when you speak about verb, we understand that it has also 2 parts, like the stem and the ending. And the ending of a verb will be changing on the basis of 3 things. The ending of a verb will be changing as per 3 things. The first one is tense, the second one is the person, and the third one is the number. So when it says tense, the ending, out of the ending, we'll come to know whether it's present tense, past tense, or future tense, or imperfect, or aorist, or perfect. And out of the ending, we come to know whether this is first person, second person, third person. We already learned the first persons are I and we, the second persons are you. You singular and plural are there in Greek, though it is not found in English. And finally, the third person singular, he, she, it, and the third person plural, they. So these are the 3 persons, first person, second person, and third person. Every verb has all the 3 forms, the persons, first person, second person, third person. And on the basis of the persons, the ending of the verb will be changing. The ending of the verb will be changing. And also we learned that the ending will be changing as per the number. If something is singular, then naturally there will be an ending. And if it becomes plural, the ending will be different. So therefore, as far as the verbs are concerned, 3 things are very particular. The first thing is the tense, the second thing is the person, and the third thing is the number. So the ending of the ending of a word will be changing as per the tense, as per the person, and as per the number. Hello. So, idil nammal padichada adhyatha form of verb aanu omega ending verb aanu. It is like an equation that I already told you. Omega ending verb can be divided into 3 persons, the first person, second person, third person, which we call in Greek conjugation. Everybody say? Greek conjugation.
conjugation. Everybody say Conjugation. okay. When I ask you, ഞാൻ നിങ്ങളോട് ചോദിക്കാണ് conjugate the following verb. For example, luo. If I ask you to do conjugate the verb luo, naturally you have to say first person singular luo, first person plural luomen, second person singular lues, second person plural luete, and third person singular lue, and the third person plural luusin. So luo, luomen, lues, luete, lue, luusin. This is the division. This is the division. ഞാൻ ഇത്തിരി ഫാസ്റ്റിൽ അങ്ങ് പറഞ്ഞു പോയത് നമ്മൾ പഠിച്ച കാര്യമാണ്. നിങ്ങളൊന്ന് റിക്കളക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. Then we learned the epsilon, omega ending. So omega ending verb, the equation is omega, omen, eis, ete, ei, osin. Got it? Yes. Yeah. Now those who can switch on your camera, would you please? Okay. Mercy, Manoj, Annie, the rest. Why don't you open your cameras? Yep. ശ്രദ്ധിക്കൂ, രണ്ടാമത്തെ സെറ്റ് ഓഫ് വെർബ് എന്ന് പറയുന്നത് എപ്സിലോൺ ഒമേഗ എൻഡിങ് വെർബാണ്. എപ്സിലോൺ ഒമേഗ എൻഡിങ് വെർബ്. അതിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, there is a theory of contraction. നമ്മൾ ഈ സന്ധി എന്നൊക്കെ പറയുന്ന പോലെ അപ്പൻ അധികം അച്ഛൻ, അപ്പച്ചൻ, വാഴ അധികം ഇല, വാഴയില എന്ന് പറയുന്ന പോലെ എപ്സിലോൺ ഒമേഗ എൻഡിങ് വെർബ് വരുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. ഉദാഹരണം ഫിലയോ, ഫിലയോ എന്നുള്ള വാക്കാണ് വെർബൽ ഫോം. അതിന്റെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഫിലോ എന്ന് തന്നെയാണ്. ലൂവ പോലെ തന്നെ ഫിലോ എന്ന് തന്നെ എഴുതും. ഒമേഗ മാത്രമേ ഉള്ളൂ, എപ്സിലോൺ ഡ്രോപ്പ് ചെയ്യും. പക്ഷേ അതിന്റെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എന്ന് പറയുന്നത് ഓമൻ എന്ന വാക്ക് ചേർക്കുമ്പോൾ അത് ഊമൻ ആകും. സോ ഫിലോ, ലുവോ, ലുവോമൻ എന്ന് പറയുന്നിടത്ത് ഇത് ഫിലയോ വരുമ്പോൾ ഫിലൂമൻ എന്ന് വരും. ഫിലൂമൻ. സോ ഫിലൂമൻ. The second person singular is again ലുവ പോലെ തന്നെ ഫിലൈസ്. ആൻഡ് സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ഒരു ചേഞ്ച് ഉണ്ട്, ഫിലൈറ്റെ എന്ന് വരും. തേർഡ് പേഴ്സൺ സിംഗുലർ ഫിലൈ ആൻഡ് തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫിലൂസിൻ. So only 2 words or 3 words will be changing, or 2. Let me say first person singular is almost like luo, first person plural and second person plural will be having the change. So the first person plural will be filumen and second person plural will be filaite. So when we conjugate the word phileo, it will be conjugated as follows, like philo, philumen, philais, filaite, philei, philosin. Okay? Yeah. Okay? Yes. Did everybody get it? എല്ലാവർക്കും ഇത് മനസ്സിലായോ? ഇത്രയും കാര്യം പഠിച്ചോ? പഠിച്ചു. പഠിച്ചു. വേറെ ആരും ഒന്നും പഠിച്ചു എന്ന് പറയുന്നില്ല, പഠിച്ചില്ലെന്നൊന്നും പറയുന്നില്ല. Okay. Now, then we came to the lesson number 5. Lesson number 5. Lesson number 5 നമ്മൾ വരുന്ന കാണുന്നത് noun ആണ്. Noun. So നമ്മൾ പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു കൂട്ടം എന്താണ് noun. Noun എന്ന് പറഞ്ഞാൽ എന്താണ്? Noun is the name of a person, place or a thing. Okay, we already learned that. So noun, when you say, as I already said regarding verb, noun also, when you take every Greek word, it has both the stem and the ending. As we said, when we come to know, when we study the verb, we come to know that the ending of the verb will be changing as per the tense, as per the person, and as per the numbers. In the same manner, when we speak about noun, listen to me once again carefully. When we speak about noun ne kurichu nammal samsarikkumbol, a noun, oru namarupam can be used as the direct subject. When a noun is used as the direct subject, in Greek it is called nominative. When the noun is used as direct object, because there will be an object towards which the action is heading. So when there is a direct object, or the noun when used as a direct object, it will be said in the accusative, which is called accusative case. Are you with me? ഒരു നാമരൂപത്തെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് നോമിനേറ്റീവ് എന്ന് പറയും. ഒരു നാമരൂപത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് അക്യൂസേറ്റീവ് എന്ന് പറയും. ഇതിന് കേസസ് എന്നാണ് പറയുന്നത്.
ഒരു നാമരൂപത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രിസീഡഡ് ബൈ ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒരു നാമരൂപത്തെ ഉപയോഗിച്ചാൽ ഗ്രീക്കിൽ അതിന് ജെനിറ്റീവ് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു നാമരൂപത്തെ ഇംഗ്ലീഷിലെ 4 or 2 എന്ന് പറയുന്ന 2 പ്രിപ്പോസിഷന് ശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിനെ ഡേറ്റീവ് എന്ന് പറയും. അങ്ങനെ പൊതുവെ 5 കേസസ് ഉണ്ട്. അതിൽ 4 എണ്ണം ഇങ്ങനെ പറയും. ഒരു കേസ് കൂടെ ഉണ്ട് വൊക്കേറ്റീവ്. ഒരു നൗണിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ഓ ഗോഡ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഓ ലോർഡ്, ഓ ഗോഡ്, ഓ ഫാദർ, something like when we use that noun in the vocative case, or as if we are addressing with honor or respect or prayerful attitude, such nouns will be used in the vocative case. Are you with me? So in such a way, when we study nouns, we come to know that there are 5 cases. There are 5 cases. And the division of the noun into 5 cases are said to be in Greek declension. What do you call it? Declension. Everybody say declension. Everybody say declension. So when a verb is divided into 3 persons, we call it conjugation. Wonderful. Conjugation. Whereas when a noun is divided into 4, 5 cases, we call it declension. You got it? So when we take the nouns, when we decline it, so here also 3 things have to be noticed. As I told you, even if it is a noun or a verb, there will be 2 parts, the stem and the ending, and the ending of the ending will be changing. So in the case of nouns, the ending will be changing as per the case. Say as per the case, as per the gender, and as per the number. So nouns will be, the endings of the nouns will be changing as per the case, as per the gender, and as per the number. In the case of verbs, the ending will be changing as per the tense, as per the person, and as per the number. Okay? So that which comes common to both the noun and the verb is the number. But in the case of verbs, the tense as well as the person will be changing as per the ending, or the ending will be changing as per the, the ending will be changing as per the person and as per the gender. As per the tense. Okay. So here, as per the noun will, the ending of the nouns will be changing as per the case, as per the gender, and as per the number. Okay. So here we learned a few vocabulary, like the one which we used for the declension is logos. So when you say logos, look at that. This is OS ending noun. See, in Greek ഭാഷയിൽ എല്ലാ OS ending nounsum masculine ആണ്. Except an exception of 3. There is an exception of 3 nouns ending with OS but considered as feminine. അതായത് 3 nouns ഒഴികെ, except 3 nouns. ഞാൻ ആവർത്തിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ്, ജനറൽ സ്റ്റേറ്റ്മെന്റ്, in Greek almost all OS ending nouns are masculine. That is a statement. But the only exception is that there are 3 nouns ending with OS but are considered feminine. Are you getting me? Yes, sir. Yeah. You look at the page number 195, 96. 95 or 96. Towards the end of OS ending nouns, you find 3 nouns like eremos. Eremos means wilderness. Hodos means way, and Parthenos means virgin. Those 3 are feminine but having OS ending like masculine nouns. Are you getting me? But when the declension is done, this also will be declined like a masculine. You got it? The declension also will be like a masculine. The difference comes when we go to the next lesson. We will come to know where does the difference come. Okay. എവിടെയാണ് വ്യത്യാസം വരുന്നത് അടുത്ത ലെസണിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയും. നിങ്ങൾക്ക് ഇത്രയും കാര്യം ജനറലി നിങ്ങൾക്ക് തലയിലോട്ട് കയറിയോ?
കാര്യമെങ്കിൽ നമുക്ക് ഇത് ട്രാൻസ്ലേഷൻ നമ്മൾ തുടങ്ങിയായിരുന്നോ? അല്ല, അത് ഹോംവർക്ക് തന്നായിരുന്നു. അത് പറയാൻ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാം. Okay. Greek to English? Greek to English and English to Greek. Okay, let me try. Okay, you yourself. Biji, Susama Biji will be starting. Okay. 1A. A1. O Israel, Tanaton, Sitete. It's a question. Yeah. O Israel, seek death. Okay. O Israel. Seek death. This is a question. So you have to make it a question in English. Do you seek? Do you seek? Do you seek? O Israel, do you seek? Do you seek death? Death. Do you seek death? So that do you have to bracket. In the bracket you have to write you plural because the ending is 8a. Are you getting me? Ending is 8a. Okay. Can somebody other than Susama read the next one? Angelos Lavon Sotai. Jolly Varghese. Right. Angelos. Susama Moses. Unmute ചെയ്തിട്ട് പറയാമോ? Did you write? Sir, I didn't write, sir. Okay, I will help you. Look at that. Angelos. What is the ending? OS, sir. OS ending. So it's a masculine noun. Yes, Am I sir. right? Yes, sir. Tell me the case. Angelos. OS ending. Nominative. Yes, sir. Nominative. Singular. Nominative singular. Like logos, logo. Just remember that. Yes, sir. Okay. Angelos. Nominative singular. So that is the subject. So angel. An angel. Now. Lavon is accusative singular. That is also a noun. So look at the verb, sort say. What is the ending of sort say? Epsilon iota. Epsilon iota, sir. Epsilon iota comes, what is the person there? Third person? Fourth person. Singular. Lu A. Sort say. Okay. So angelos. An angel saves Lavon people. An angel saves people. Susuma Biji, did you write that? Yeah. Messenger എന്ന് പറയാവോ? ഏഞ്ചലിന് മെസ്സഞ്ചർ എന്നും പറയരുത്. ഏഞ്ചലോസ് മെസ്സഞ്ചർ എന്നുള്ളതിനേക്കാൾ ഇവിടെ ഡയറക്റ്റ് ഏഞ്ചൽ എന്ന് തന്നെ ഉപയോഗിക്കണം. അത് നമ്മൾ എങ്ങനെ അറിയുന്നത് എപ്പോഴാ മെസ്സഞ്ചർ? ആ സെന്റൻസിന്റെ സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ അറിയും. Okay. Then Annie, can you try the next one? Annie, can you hear me? Yes, sir. Can you do the next one, third one? Kurios, graphai, logos. Logos. Kurios എന്ന് പറഞ്ഞാൽ എന്താ? Kurios. OS ending, masculine, nominative, singular. Kurios means Lord, Kartav. Christ. Lord. What is the next word? Graphai. Graphai means, grapho means right, third person singular. ഈ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അതായത് നോമിനേറ്റീവ് കേസ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിരിക്കും. എപ്പോഴും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വെർബ് തേർഡ് പേഴ്സൺ ആയിരിക്കും. മനസ്സിലായോ? ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും സബ്ജക്റ്റ് ഇല്ല. ഫസ്റ്റ് പേഴ്സൺ ഐയും വി ആണ്. അതിന് ഏതെങ്കിലും പേരില്ല. യു, അതിനും പേരില്ല. അത് പ്രോനൗൺസ് ആണ്. Are you with me? അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും വരുമ്പോൾ നമുക്ക് അത് വെർബിൽ തന്നെ കണ്ടെത്തണം. വെർബിനകത്ത് തന്നെ ആ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും എൻഡിങ് കൊണ്ട് നമുക്കറിയാം. നേരെ മറിച്ച് തേർഡ് പേഴ്സൺ ആകുമ്പോൾ നമ്മൾ വെർബിനെ തപ്പാൻ പോകേണ്ട. ആദ്യം മിക്കവാറും എന്തോ കാണും, സബ്ജക്റ്റ് കാണും. അതുകൊണ്ടാണ് കൂറിയോസ് എന്ന് പറഞ്ഞാൽ എ ലോഡ് ഓർ ലോഡ്, ഗ്രാഫൈ തേർഡ് പേഴ്സൺ സിംഗുലർ, റൈറ്റ്സ്, logos is accusative plural, direct object, words. Lord writes words. അല്ല പിടി കിട്ടിയോ? എഴുതിയോ? The word written by the Lord എന്ന് എഴുതാൻ പറ്റുമോ? എന്തോ? The word written by the Lord എന്ന് എഴുതാൻ പറ്റുമോ?
എന്റെ പറഞ്ഞ കൂറിയോസ് എന്ന് പറഞ്ഞാൽ വോയിസ് എൻഡിങ് ആണ്, നോമിനേറ്റീവ് സിംഗുലർ ആണ്, സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ഞാൻ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. നോ അങ്ങനെ 2 രീതി എഴുതാൻ പാടില്ല. ഗ്രാഫൈ എന്ന് പറഞ്ഞ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, പ്രസന്റ് ഇൻഡിക്കേറ്റീവ്. എന്തോ എനിക്ക് ഡൗട്ട് വന്നോണ്ട് ചോദിക്കാൻ എഴുതിയതാ, അങ്ങനെ എഴുതാൻ പറ്റുമോ? അങ്ങനെയാണ്. പാസീവ് വോയിസ് അല്ലേ? പാസീവ് വോയിസ് ഒക്കെ ഉണ്ട് ഗ്രീക്കിൽ. ആ രണ്ടാമത് എഴുതിയ സെന്റൻസ് പറ, അപ്പൊ ഞാൻ പറയാം ആക്റ്റീവ് ആണോ പാസീവ് ആണോ. ഞാൻ ആദ്യം സാർ പറഞ്ഞ പോലെ എഴുതി, പിന്നെ ദ വേർഡ് റിട്ടേൺ ബൈ ദ ലോർഡ് എന്നത് വേർഡ് റിട്ടേൺ ബൈ ദ ലോർഡ് എന്ന് പറയുമ്പോൾ പാസീവ് വോയിസ് അല്ലേ? പാസീവ് വോയിസ് വെർബിന്റെ ഫോം വേറെയാണ്. ഓക്കെ, ദിസ് ഈസ് ആക്റ്റീവ്. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്, പ്രസന്റ് ഇൻഡിക്കേറ്റീവ് ആക്റ്റീവ്. ഓക്കെ, പ്രസന്റ് ഇൻഡിക്കേറ്റീവ് ആക്റ്റീവ്. ദ ലോർഡ് ഓർ ലോർഡ് റൈറ്റ്. ഇതാ വരുന്നില്ല, ഇതാ വരുന്ന അടുത്ത ക്ലാസ് നമ്മൾ പറഞ്ഞു തരും. ലോർഡ് റൈറ്റ്സ്. ഇതായി എഴുതാൻ പറ്റില്ല. ആർട്ടിക്കിൾ അടുത്ത ലെസണിൽ വരുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ. ഓക്കെ, എ ലോർഡ്, യു ക്യാൻ സേ എ ലോർഡ് ഓർ ലോർഡ് റൈറ്റ്സ് വേർഡ്സ്. അടുത്ത ലെസണിൽ ഞാൻ പഠിപ്പിക്കാം. വെയിറ്റ് ക്ഷമ കാണിക്കുക. ഓക്കെ, അടുത്ത ഏതാ വായിച്ചേ? ടീരേറ്റ് നോമോസ്. കണ്ടില്ലേ? ടീരേറ്റ്. 8 എന്ന് പറയുമ്പോ എന്താണ് എൻഡിങ്? 8 എന്ന് പറഞ്ഞ എൻഡിങ് ഏത് പേഴ്സൺ ആണ്? സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ. നിങ്ങൾ ആ വൊക്കാബുലറി പഠിച്ചില്ല. ഫിലിയോ 4ാമത്തെ ലെസന്റെ വൊക്കാബുലറി പഠിച്ചാൽ യു ആർ കീപ്പിംഗ്. നോമോസ് എന്ന് പറയുന്ന അക്യൂസേറ്റീവ് പ്ലൂറൽ ആണ്. ലോസ്, യു ആർ കീപ്പിംഗ് ലോസ്, അത് ഓബ്ജക്റ്റ് ആണ്. ഇവിടെ യു എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വെർബിനകത്ത് 8 വന്നതുകൊണ്ട് യു വന്നതാണ്. കാരണം ഇതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ, ഇതിനകത്ത് ഇത് സെക്കൻഡ് പേഴ്സൺ ആണ്. ഇതിനകത്ത് നോമിനേറ്റീവ് കേസിലുള്ള ഒരു നൗൺ ഇല്ല. നോമിനേറ്റീവ് കേസ് OS എൻഡിങ് വരണം. പിടികിട്ടിയോ? അപ്പൊ ഇത്രയും കാര്യം ഓർക്കുക. ലോഗോസ്, ലോഗോയിൽ, ലോഗയിൽ, ലോഗോയിൽ, ലോഗോൺ, ലോഗൂസ്, ലോഗു, ലോഗോൺ, ലോഗോ, ലോഗോയിസ്. സോ അത് ഓർക്കുമ്പോൾ നമുക്ക് ആ നൗണിന്റെ ഫോംസ് എല്ലാം മനസ്സിലാവും. ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ആവർത്തിച്ചത് പറയാതിരുന്നു. അടുത്ത വായിച്ചേ. ഫരിസായോയി. ഓയി എൻഡിങ് ആണ്. ഓയി എൻഡിങ് ആകുമ്പോ ഏതാണ്? നോമിനേറ്റീവ് പ്ലൂറൽ. ലോഗോയി, ലോഗോസ്, ലോഗോയി. ഇക്വേഷൻ എടുത്ത് വെക്ക്. ഫരിസായോയി മീൻസ് ഫാരിസീസ്. ഫാരിസീസ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് വെർബ് എന്തായിരിക്കും? തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിരിക്കും. ഫിലൂസിൻ. കണ്ടില്ലേ? ഊസിൻ എൻഡിങ് വരുമ്പോ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. അത് വെർബാണ്. ഫിലിയോ എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ്. ഫിലൂസിൻ ലവ്. ഫാരിസീസ് ലവ്. അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് ക്വസ്റ്റ്യൻ ആക്കണം. ഫാരിസീസ് ലവ് ക്രിസ്റ്റോൺ. അക്യൂസേറ്റീവ് സിംഗുലർ ക്രൈസ്റ്റ്. ഫാരിസീസ് ലവ് ക്രിസ്റ്റോൺ. ഫാരിസീസ് ക്രിസ്തുവിന്റെ ചോദ്യമാണ്. അപ്പൊ എന്തെഴുതും? ഡു പാരസീസ് love Christ. Do Pharisees love Christ. Do or are Pharisees loving Christ, or do Pharisees love Christ? Because it's a question, because the question mark in Greek, semicolon indicates question mark. Got it? Yes. Yeah. Can somebody try the next one? Read first, 6th one. വേടൊന്ന് വായിക്ക്. തിയോറേറ്റ്. അഗ്രൂസ്. തിയോറേറ്റ്. 8. What is the ending? 8 എന്ന് പറയുമ്പോ അതെന്താണ്? വെർബാണോ നൗൺ ആണോ? വെർബ്. ഏത് പേഴ്സൺ ആണ്? സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. പ്ലൂറൽ. അപ്പൊ അത് പറഞ്ഞു. തിയോറേ എന്ന് വെച്ചാൽ ലുക്കറ്റ് എന്നാണ്. ലുക്കറ്റ് എന്നാണ്. അപ്പൊ you are looking at the field. Fields പ്ലൂറൽ ആണ്. അഗ്രൂസ് ആണ്. Fields. You are looking at the fields. Thank you. Good.
Seventh one. It is so easy. Eke. Eke, third person singular. Eke, thrown on. Eke എന്ന് പറഞ്ഞാൽ third person singular ആണ്. ഇവിടെ noun ഉപയോഗിച്ചിട്ടില്ല, നോമിനേറ്റീവ് ഇല്ല. എന്നാലും നമുക്കൊരു noun ഉണ്ടാക്കാം. പ്രോനൗണിനെ പിടിക്കാം. തേർഡ് പേഴ്സൺ സിംഗുലർ ഏതൊക്കെയാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺസ് he, she or it. So how will you translate it? She is having throne. He is having Throne. or he has throne. He is has having throne ശരിയാണോ? he is having throne also is correct. Okay. Keep it. ഞാൻ പറഞ്ഞില്ലേ പ്രസന്റ് കണ്ടിന്യൂസ് ഈ ടെൻസ് തന്നെയാണ്. He is having throne or he has throne. Okay. Eighth one. Misei. Cosmo, Kai, Site, Philon. Okay. Misei. Ending എന്താണ്? ആദ്യം നമുക്ക് പാർസ്, ഇതിന് പാർസിംഗ് എന്നാണ്. നമുക്ക് എൻഡിങ് നോക്കാം. പാർസ് ചെയ്യാം. EI ആണ് എൻഡിങ്. അപ്പൊ അതെന്താണ്? നൗൺ ആണോ വെർബാണോ? EI എൻഡിങ് എന്താണ്? എന്തോ അടി. EI എൻഡിങ് നൗൺ ആണെന്ന് ആര് പറഞ്ഞു? വെർബ് ഏത് പേഴ്സൺ ആണ്? ലുവോ, ലുവോമൻ, ലുവൈസ്, ലുവറ്റെ, ലുവൈ, ലുവോസിൻ. സോ ഏത് പേഴ്സൺ ആണ്? എന്തോ തേർഡ് പേഴ്സൺ സിംഗുലർ. ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ എഴുതിയേക്കുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ. അത് മൊത്തം പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. മിസ്സൈ കോസ്മോൻ. കോസ്മോൻ എന്ന് പറഞ്ഞാൽ അക്യുസേറ്റീവ് സിംഗുലർ. കോസ്മോസിന്റെ അക്യുസേറ്റീവ് സിംഗുലർ. വേൾഡ്. കായ്, കായിന്റെ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ്. സീറ്റൈ എന്ന് പറഞ്ഞാൽ സീക്ക്. ഫിലോൺ എന്ന് പറഞ്ഞാൽ അക്യുസേറ്റീവ് സിംഗുലർ ഓഫ് ഫ്രണ്ട്, ഫിലോസ്. അപ്പൊ ഇനി പറയണം she is hating world and she is hating the world, and seeking love, seeking friends. Seeking friends. Okay. He or she is hating or he or she hates world and seeks friend. Seeks a friend. hates വരുമ്പം seeks എന്ന് വരും അല്ലേ? എന്തോ she hates ഇങ്ങനെ എഴുതരുതോ? she hates world and seeks friend എന്ന് എഴുതും. പിന്നെ രണ്ടാമത് ഷീ വേണ്ട. അല്ല, and seeks friend. ആൻഡ് ഉണ്ടല്ലോ, കായി ഉണ്ടല്ലോ അവിടെ. അതാ പറഞ്ഞേ ഇങ്ങനെ. she hates world and seeks friend. Yeah, that's fine. അപ്പൊ ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാമോ? ബാക്കി ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ പോകട്ടെ, ഇംഗ്ലീഷ് ടു ഗ്രീക്ക് പോകട്ടെ. നമുക്കൊന്ന് ശ്രമിക്കാം. നമ്മളിങ്ങനെ ഓരോന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എങ്ങനെ തരത്തുള്ളൂ. ഒരു സെമസ്റ്റർ കൊണ്ട് ഒരു 10-20 ലെസണെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഒരു എത്തുംപിടി നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടത്തുള്ളൂ. May I move to the next translation from English to Greek? എനിക്കിത് ഒന്ന് ശകലം മേപ്പോട്ട് മാറ്റി ഒന്ന് വലുതാക്കി തന്നെ. Who is displaying? ഡിസ്പ്ലേ എന്നാണ് ഇത്തിരി ഒന്ന് വലുതാക്ക്. ശരി, ലെറ്റേഴ്സ് ഫോണ്ട് ഒന്ന് വലുതാക്ക്. ഫോണ്ട് ഇത്തിരി കിടന്ന് വലുതാവത്തില്ലേ? പേജ് ഒന്നുകൂടെ ഒന്ന് വലുതാക്കാം. Okay, that's enough. Thank you. That's enough. You're right. Okay, look at me. എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ. നിങ്ങളെ ടെക്സ്റ്റിലേക്ക് നോക്കൂ. An angel calls a man. So we have the direct subject, an angel. Okay. We have the direct verb calls. We have the direct object, a man. An angel. Article venda. Angel. എന്താണ് വാക്ക്? Angelos. Nominative singular. Angelos എന്നുള്ള സ്പെല്ലിംഗ് അറിയാമല്ലോ. നിങ്ങൾ ആ ലെസൺ നമ്പർ പേജ് നമ്പർ 193 to 94 95 എന്ന് എടുത്തു വെച്ചു. 194. ഇത് മാറ്റരുത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ വെച്ചാലും അതിൽ നിങ്ങൾക്ക് പ്രിന്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എല്ലാവരും സിസ്റ്റത്തിൽ നിന്നാണോ നോക്കുന്നേ? പ്രിന്റ് ഉണ്ട്. ആ പ്രിന്റ് എടുത്തവരാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ.
പ്രിന്റ് ഉണ്ടെങ്കിൽ Yeah, പേജ് നമ്പർ 195 എന്നെടുത്ത് 93, 94 and 95 സാർ ഞാനത് എഴുതിയത് വായിക്കട്ടെ. വായിച്ചോളൂ. ഏഞ്ചലോസ് കാല്യു ആന്ത്രപ്പോ ഏഞ്ചലോസ് കാല്യു കാലിയോ ആന്ത്രപ്പോസ് കാല്യോ ആന്ത്രപ്പോസ്. കാലിയോ എന്ന് അങ്ങനെ വരുന്നത് കാലയിന്നാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ. ഓക്കെ ഓക്കെ കാലേ വരണം. ഏഞ്ചലോസ് കാലൈ. കാലിയോ എന്നൊരു വാക്ക് ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. കാല്യോ ആന്ത്രപ്പോസ്. കാലൈ ഏഞ്ചലോസ് കാലൈ കാലോ കാലോ കാലൈ ഏ മാൻ എന്നുള്ളതിന് അക്വസേറ്റീവ് സിംഗുലർ ആന്ത്രോപോൻ. ആന്ത്രോപോൻ ഇത് എഴുതിയോ നിങ്ങൾ? സിംഗുലർ ആയോണ്ട് സിംഗുലർ ആയതുകൊണ്ട് ആന്ത്രോപോൻ എന്ന് എഴുതണം. ആൻ ഏഞ്ചൽ ഏഞ്ചലോസ്. ഏഞ്ചലോസിന്റെ സ്പെല്ലിംഗ് കിട്ടിയോ? ലെസൺ നമ്പർ 5 നിന്ന് കിട്ടി. എന്തോ എഴുതിയിട്ടുണ്ട് സാറേ. ഏഞ്ചലോസ് കാലൈ. കാലൈ ലെസൺ നമ്പർ 4 കാലൈ. ആന്ത്രപ്പോൺ കാപ്പ ആൽഫ ലാംഡ എപ്സിലോൺ അയോട്ട. കാലൈ ആന്ത്രോപോൻ. ആൽഫ നു തീറ്റ റോ ഒമേഗ പൈ ഒമിക്രോൺ നൂൺ ആന്ത്രോപോൻ. കിട്ടിയോ? ജോലിവർഗി സിസ്റ്ററെ വല്ല മനസ്സിലാവുന്നോ? എന്താ എഴുതിയത് വായിക്കൂ. ബിന്ദാസ് എഴുതിയത് വായിക്കൂ. സൂസമ്മ മോസസ് എഴുതിയത് വായിക്കാമോ? ഏഞ്ചലോസ് Angelos Kalai ആന്ത്രോപോയ് കലൈ Anthropon ആന്ത്രോപോൻ. ലോഗോൺ എന്ന് പറഞ്ഞാൽ ഓയൻ എൻഡിങ് ആണ്. ആന്ത്രോപോൺ. നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ ബുക്ക് എടുത്ത് നോക്കി എനിക്ക് നാണക്കേട് ശരിയല്ലെങ്കിൽ. ആഞ്ചലസ് കാലൈ ആന്ത്രോപോൺ. ദൈവം ആരെയും കാണിക്കരുത്. കാരണം നിങ്ങൾ എഴുതി വെച്ച തെറ്റായിരിക്കും. അവര് വിചാരിക്കും പഠിപ്പിച്ച വാദ്യാർക്ക് തെറ്റിയതാണ്. ഓൺലൈൻ പ്രശ്നം അതാ. എനിക്ക് ബോർഡിൽ എഴുതാൻ ബോർഡില്ല. ഞാൻ അതിനാ സ്പെല്ലിംഗ് കൃത്യമായിട്ട് പറയുന്നേ. അതിനാ ലെസൺ നമ്പർ വൊക്കാബുലറി എടുത്തു വെക്കാൻ പറഞ്ഞ 1 പേജ് നമ്പർ 193, 194, 95 ആ 3 പേജ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഇത് നോക്കട്ടെ. ഇനി അടുത്ത എ ബ്രദർ ഹാസ് എ ഫീൽഡ്. സിമ്പിൾ. എ ബ്രദർ. ബ്രദർ അഡൽഫോസ്. അഡൽഫോസ് പറഞ്ഞോ. എക്സ് എന്നല്ല എക്ക് എന്നാണ് വായിക്കുന്ന. കൈയാണ്. എക്സ് പോലെ എഴുതിയാലും ഗ്രീക്കിൽ അത് കൈയാണ്. ക്രിസ്റ്റോസിന്റെ കൈ. എക്കൈ തേർഡ് പേഴ്സൺ സിംഗിൾ. എക്കൈ അഗ്രോൺ. അഗ്രോൺ. എ ബ്രദർ ഹാസ് എ ഫീൽഡ്. അഗ്രോൺ. അഗ്രോൺ സ്പെല്ലിംഗ് അറിയാമല്ലോ. ഓയൻ എൻഡിങ് ആണേ. നിങ്ങൾ കാണുന്ന വൊക്കാബുലറി അഗ്രോസ് എന്നായിരിക്കും. അഗ്രോൺ എന്ന് എഴുതണം. OS കളഞ്ഞിട്ട് ON ആണ്. എഴുതിയോ? അഡൽഫോസ് എക്കൈ അഗ്രോൺ. Next one, Lords sent messengers. Lords singular അല്ല plural ആണ്. അപ്പൊ nominative plural. Nominative plural. അടി. Nominative plural. Logos. ആ ഇക്വേഷൻ പറ. ലോഗോസ് ലോഗോൺ. Logos logoi. First person nominative singular and plural. Logos logoi. Loge logoi. Logon logos. Logu logon. ആ ഇക്വേഷൻ തലയിൽ ഇരിക്കണം. ഓക്കെ. ലോർഡ്സ്. അപ്പൊ എന്തെഴുതി? കൂറിലോസ് ആണോ? അത് പട്ടത്തെ സഭക്കാരുടെ തിരുമേനിമാരുടെ പേരാ. എല്ലൊന്നും ഇല്ല. കൂറിയോയി. പ്ലൂറൽ പറ. കൂറിയോയി. ലോഗോയി.
ലോഗോയി എന്ന് പറയുന്ന കൂറിയോയി. ഓ, കോറിയോയി. ഞാൻ അടുത്ത. ഓക്കെ, മനസ്സിലായി. നിങ്ങൾ പഠിക്കുന്നില്ല, അതാ പ്രശ്നം. എന്തെങ്കിലും ഇത്തിരി ഹോംവർക്ക്. ഇടയ്ക്ക് ഒരു ആഴ്ചത്തെ ക്ലാസ് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്. കൂറിയോയി എന്താണ്? കോറിയോയി. സ്പെല്ലിംഗ് കാപ്പ, കാപ്പ, ഉപ്സിലോൺ, ഉപ്സിലോൺ, റോ, അയോട്ട, ഒമിക്രോൺ, അയോട്ട. അയോട്ട എന്ന് തന്നെ പറയണം. അയോട്ട, ഒമിക്രോൺ, അയോട്ട. അയോട്ട, ഒമിക്രോൺ, അയോട്ട. കൂറിയോയി, ലോഡ്സ്. അത് പ്ലൂറൽ ആണ്. നോമിനേറ്റീവ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ. സബ്ജക്ട് നോമിനേറ്റീവ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് തേർഡ് പേഴ്സൺ. എന്താ Third person plural. third person plural? Tell me the third person plural ending. Oosin ending. Oosin ending. Send എന്നുള്ളതിന് പെമ്പോ. അതിന്റെ തേർഡ് പേഴ്സൺ പ്ലൂറൽ എന്താണ്? പെംബൂസിൻ. Imposing. ലെസൺ നമ്പർ 3 ലെസൺ നമ്പർ 3 വൊക്കാബുലറി പെമ്പോ ഉണ്ട്. ആ ഒമേഗ മാറ്റിയിട്ട് ഊസിൻ ആക്കണം. OUSIN. എഴുതിയോ? എഴുതിയോ? പെംബൂസിൻ എഴുതിയോ? പെംബൂസിന്റെ സ്പെല്ലിംഗ് പറ. പൈ, എപ്സിലോൺ, പൈ, ഒമിക്രോൺ, എപ്സിലോൺ, സിഗ്മ, അയോട്ട, നു. ഓക്കെ. പെംബൂസിൻ. മെസ്സഞ്ചേഴ്സ്. മെസ്സഞ്ചർ എന്താ നമ്മൾ വാക്ക് പറഞ്ഞേ? ഏഞ്ചലോസ്. ഏഞ്ചലോസ്. അവിടെ ഏഞ്ചലോസ് മെസ്സഞ്ചർ കണ്ട സെന്റൻസ് സ്ട്രക്ചർ ഏഞ്ചലോസ്. ഏഞ്ചലോസ് എന്നുള്ളത് ഇത് അക്യൂസേറ്റീവ് പ്ലൂറൽ ആണ്. അക്യൂസേറ്റീവ് പ്ലൂറൽ എൻഡിങ് എങ്ങനെയാണ്? അക്യൂസേറ്റീവ് പ്ലൂറൽ എൻഡിങ് പറ. എൻഡിങ് പറ. നിങ്ങൾക്ക് ആ എൻഡിങ് കത്തിയില്ല. ഓസ്, എപ്സിലോൺ, OI, ഓൺ, ഊസ്, ഊ, ഓൺ, ഓ, ഓയ്സ്. അപ്പൊ അക്യൂസേറ്റീവ് പ്ലൂറൽ എന്താണ് എൻഡിങ്? ഊസ്, ഊസ്. സോ ഇറ്റ് വിൽ ബി ഏഞ്ചലൂസ്. ആൽഫ, ആൽഫ, ഗാമ, ഗാമ, എപ്സിലോൺ, ലാംഡ, ഒമിക്രോൺ, എപ്സിലോൺ, സിഗ്മ. സിഗ്മ അവസാനം വരുമ്പോ ഇംഗ്ലീഷ് എസ് പോലെ എഴുതാവൂ. നടുക്ക് വരുന്ന സിഗ്മ നമ്മൾ 6 എഴുതുന്ന പോലെ എഴുതണം. മലയാളം നമ്മളെ ലെറ്റർ 6 6 നമ്പർ എഴുതുന്ന പോലെ എഴുതണം. അറിയാമല്ലോ അത്. അടുത്ത ഏതാണ്? എഴുതിയോ? എഴുതി. കോറിയോയി, പെംബൂസിൻ, ഏഞ്ചലൂസ്. കോറിയോയി, പെംബൂസിൻ, ഏഞ്ചലൂസ്. കോറിയോയി, പെംബൂസിൻ, ഏഞ്ചലൂസ്. ഏഞ്ചലൂസ്. അടുത്ത എന്താണ്? They were writing words. They ആണ് തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഇവിടെ സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തേർഡ് പേഴ്സൺ പ്ലൂറൽ they എടുത്തു. തേർഡ് പേഴ്സൺ പ്ലൂറൽ റൈറ്റ് എന്നുള്ളതിന്റെ തേർഡ് പേഴ്സൺ പ്ലൂറൽ. വാട്ട് ഈസ് ദ വേർഡ് ഫോർ റൈറ്റ്? ഗ്രാഫോ. തേർഡ് പേഴ്സൺ പ്ലൂറൽ ഗ്രാഫോസിൻ. യാ, യു ആർ റൈറ്റ്. ഗ്രാഫോസിൻ. സ്പെല്ലിംഗ് ഗാമ, റോ, ആൽഫ, പൈ, ഒമിക്രോൺ, ഉപ്സിലോൺ, സിഗ്മ, അയോട്ട. റൈറ്റിംഗ് വേർഡ്സ്. വേർഡ് എന്നുള്ളതിന്റെ അക്യൂസേറ്റീവ് പ്ലൂറൽ. അക്യൂസേറ്റീവ് പ്ലൂറൽ പറ. എൻഡിങ് പറ. അക്യൂസേറ്റീവ് പ്ലൂറൽ എൻഡിങ് എന്താണ്? അക്യൂസേറ്റീവ് പ്ലൂറൽ ഓസ്. ഓസ്. ലോഗോസ്. ലോഗോസ്. ലാംഡ, ഒമിക്രോൺ, ഗാമ, ഒമിക്രോൺ, ഉപ്സിലോൺ, സിഗ്മ. ആനി ഇവിടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? Yes, sir. Yes, sir. ക്യാമറ ഒക്കെ നേരെ വയ്യ, ആളിനെ കാണാൻ വയ്യ. ഇടയ്ക്കൊക്കെ ആള് വാനിഷായി പോന്നു. ഡ്യൂട്ടി ആയതുകൊണ്ട് സാറേ, സോറി. ഡ്യൂട്ടിയിലാന്നോ? ഐ എം സോറി. ഓക്കെ. അടുത്ത എന്താണ്? നിങ്ങൾ എഴുതിയോ അത്? They are writing words എഴുതിയോ? എഴുതിയത് വായിച്ചാട്ടെ. ഗ്രാഫോസിൻ, ലോഗോസ്. അടുത്തത് ആർ യു പ്ലൂറൽ ഫൈൻഡിങ്സ് എ സ്റ്റോൺ. അത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ അത് സ്റ്റേറ്റ്മെന്റ് ആക്കണം.
You are finding a stone എന്ന് എഴുതിയിട്ട് സെമിക്കോളൻ മാർക്ക് ഇട്ടാ ക്വസ്റ്റ്യൻ ആവും. അപ്പൊ you are finding a stone. You plural. You plural. Second person plural. What is the ending? Second person plural. Second person pluralന്റെ ending എന്താണ്? Second person plural. Ending പറ. Second. Eight. എട്ട്. ഫൈൻഡിങ് എന്നുള്ള ഹ്യൂറിസ്കോ ആണ്. ലെസൺ നമ്പർ പേജ് നമ്പർ 193 ഹ്യൂറിസ്കോ. ഐ ഫൈൻഡ് ഹ്യൂറിസ്കെറ്റെ. Lithos. സ്റ്റോൺ അക്യുസേറ്റീവ് സിംഗുലർ. Lithos. അക്യുസേറ്റീവ് സിംഗുലർ എൻഡിങ് എന്താണ്? ON എൻഡിങ്. ലിത്തോൺ. അത് എപ്പോഴും തെറ്റും. അക്യുസേറ്റീവ് സിംഗുലർ. ഇത് കേസ് ഓർത്തിരിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. എപ്പോഴും തെറ്റിക്കും സാറേ. ലിത്തോൺ എഴുതിയോ? എഴുതി. എസിന് വരെ എൻ എഴുതും, എന്നിന് വരെ എസ് എഴുതും. So heurisquette, Lithon, lambda, iota, theta, omicron, nu. Then put a semicolon. Semicolon ഇടുമ്പോ എന്താവും? Question mark. അടുത്ത സിമ്പിൾ ആണ്. Christ, judges, men and angels. Christ singular ആണ്. Nominative singular. OS ending. What is the word for Christ? Christos. Symbol. Judges, third person singular. Judge, krino. Lesson number 3. Third person singular. Krinei. Kappa, rho, iota, nu, epsilon, iota. Christos, krinei. Anthropol. അത് അക്യുസേറ്റീവ് പ്ലൂറൽ. ആന്ത്രോപോസ് നോമിനേറ്റീവ് ആണ്. അക്യുസേറ്റീവ് പ്ലൂറൽ. ഊസ് എൻഡിങ്. ആന്ത്രോപൂസ്, കായ്. ഏഞ്ചൽസും പ്ലൂറൽ ആണ്. അക്യുസേറ്റീവ് പ്ലൂറൽ. ഏഞ്ചലൂസ്. ആന്ത്രോപൂസ് ആൻഡ് ഏഞ്ചലൂസ്. ആന്ത്രോപൂസ്, കായ്, ഏഞ്ചലൂസ്. അപ്പൊ അത്രയും മതി. ഇനി ബാക്കി നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്ക്. ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ വായിക്കാം. ട്രൈ ചെയ്യാമോ? Okay. Let's move to the next lesson. ഞാൻ മൊത്തം ചെയ്തിട്ടുണ്ട്. Thank you. കറക്റ്റ് ചെയ്താൽ എല്ലാ എസും എന്നും മാറിപ്പോയിട്ടുണ്ട് കംപ്ലീറ്റ്. അങ്ങനെ പറ്റത്തില്ല. എസ്മാരെ ഞങ്ങളെല്ലാം പരീക്ഷ ചെയ്തപ്പോൾ 1/2 മാർക്ക് വെച്ച് കുറയ്ക്കായിരുന്നു. അവസാനം നെഗറ്റീവ് മാർക്കായിരുന്നു വരുന്നത്. നെഗറ്റീവ് മാർക്കായിരുന്നു. ഞങ്ങൾ ഗ്രീക്ക് എഴുതുമ്പോൾ ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്കിന് 1/2 മാർക്ക് വെച്ചു പോകും. ഒരു വേർഡില്, ഒരു സെന്റൻസില് 2 മിസ്റ്റേക്ക് വന്നാൽ 1 മാർക്ക് പോയി. 3 മിസ്റ്റേക്ക് വന്നാൽ 1.5 മാർക്ക് പോയി. അപ്പൊ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. കിട്ടിയ മാർക്ക് കൂടെ നഷ്ടമായി പോകും. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ലെസൺ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു വിടാം, ശരിയാണോ നോക്കിക്കോ. ഓക്കെ. ക്രൈസ്റ്റ് ജഡ്ജസ് മെൻ ആൻഡ് ഏഞ്ചൽസ് പറഞ്ഞു കഴിഞ്ഞു. ഡു യു സിംഗുലർ കീപ് ലോസ്? ഡു യു കീപ് ലോസ്? അപ്പൊ യു കീപ് ലോസ് എന്നാണ്. യു കീപ്പ് എന്നുള്ള സിംഗുലർ ആവുമ്പോൾ കീപ്പ് എന്നുള്ളതിന് എന്താണ്? ടിരയോ, എന്നുള്ളതിന് നോമോസ് ആണ്. നോമൂസ്, നോമൂസ്. കറക്റ്റ് ആണോ? നോമോൻ എന്ന് എഴുതിയ ഞാൻ. പറ്റത്തില്ല, പ്ലൂറലാണിത്. അതെപ്പോഴും തെറ്റുന്ന സാറേ. അതിനെ ഒന്നുകൂടി ഇക്വേഷൻ പഠിക്കാത്തോണ്ടാണ്. നോമോസ്. A man and an angel seek a place. A man, anthropos, kai, an angel. ഏഞ്ചലും കൂടെ ആയപ്പോ പ്ലൂറൽ ആയി. അപ്പൊ സീക്ക് എന്നുള്ള സീറ്റയോടെ തേർഡ് പേഴ്സൺ പ്ലൂറൽ. എ പ്ലേസ്, ടോപ്പോസ് എന്നാണ് പ്ലേസ്. എ പ്ലേസ് അക്യുസേറ്റീവ് സിംഗുലർ. ടോപ്പോൺ എഴുതിയോ? ഫീറ്റോസിനാണോ വരുന്നത്? ഫീറ്റോസ്. പിന്നെ എ മാനും ആൻ ഏഞ്ചലും വരുമ്പോ സീറ്റോസിൻ. ടോപ്പോൺ, ടോപ്പോസ് എന്നില്ലേ പ്ലേസ്. അക്യുസേറ്റീവ് സിംഗുലർ. ടോപ്പോൺ. Okay, we bear witness and the people repent. Okay, we bear witness. First person plural. We bear witness. Bear witness എന്താണ്?
Martureo. So that is simply Marturoman. Marturoman Kai. A people. Anthropos. Sorry, no. Anthropos are people are Lavos. Lavos. Repent. Metanoiei. Third person singular. Edidio. Yeah, correct. എഴുതി Correct. അത്. Okay. ലാവോസ് ആക്കി. ലാവോസ് ആണ് അത് സബ്ജക്റ്റ് ആണ്. അടുത്ത ലോഡ്, അത് വൊക്കേറ്റീവ് ആണ്. ലോഡ്, കുറിയേ, കോമ, യു റിമെയിൻ. അത് സിംഗുലറോ പ്ലൂറലോ ഒന്നും കൊടുത്തിട്ടില്ല. ലോഡ് എന്നുള്ളത് സിംഗുലർ ആയിട്ട് നമുക്ക് സിംഗുലർ ആക്കാം. സോ ഓ ലോഡ് യു റിമെയിൻ എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ. മെനൈസ്. കിട്ടിയില്ല. മെനൈസ് കിട്ടിയോ? കൂറിയേ കോമ മെനൈസ്. ഓക്കെ, അത്രയൊക്കെ മതി. അടുത്ത ലെസണിലേക്ക് ഓടിച്ചേ. അടുത്തൊരു ലെസൺ ഉണ്ടെങ്കിലും പഠിപ്പിച്ചൊന്ന് വിടാം. ലെസൺ നമ്പർ 6 ഇവിടെ പഠിച്ച കാര്യം തന്നെയാണ് വരുന്നത്. എപ്പോട്ട് പോക്കോ പോ. അടുത്ത ലെസൺ കീഴാണ്. ലെസൺ മേപ്പോട്ട് പോന്ന് പറഞ്ഞാൽ എനിക്ക് ലെസൺ കീഴോട്ട് വരണം, വെളിപ്പെട്ട് വരണം. ഇത്തിരിയുടെ പോക്കോ. അവിടെ നിൽക്കട്ടെ. ശ്രദ്ധിക്കൂ. ആർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ നമുക്ക് രണ്ട് ആർട്ടിക്കിൾ. എക്സ്ക്യൂസ് മീ സാർ, എനിക്ക് കേസ് വരുന്നുണ്ട്, ഞാൻ വെക്കുവാണേ. താങ്ക് യു. സോറി. നോ പ്രോബ്ലം. ശ്രദ്ധിക്കൂ, ഇംഗ്ലീഷിൽ രണ്ട് തരത്തിലുള്ള ആർട്ടിക്കിൾസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ ആണ്. ഗ്രീക്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നൊരു വേർഡ് ഇല്ല. ഗ്രീക്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒരു വേർഡ് ഇല്ല. അതുകൊണ്ട് ഏത് നൗൺ എഴുതുമ്പോഴും അതിന് നൗണിന്റെ കൂടെ ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ അതിന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് കണക്കാക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ലെസണിനകത്ത് നമ്മളെല്ലാം എ വേർഡ്, എ ലോഡ് എന്നൊക്കെ എഴുതിയത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഇംഗ്ലീഷിൽ ഉള്ളതുപോലെ ഗ്രീക്കിൽ എ ആൻഡ് ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. നീ ഫീഡ് ചെയ്ത തലയിലോട്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. പക്ഷേ ഏത് വെർബും ആർട്ടിക്കിൾ ഇല്ലാതെ എഴുതിയാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ എല്ലാ നൗണിന്റെയും കൂടെ എന്തുണ്ട്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. ഗോഡിന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ ദ ഗോഡ് എന്ന് എഴുതത്തില്ല, ഗോഡ് എന്ന് എഴുതത്തുള്ളൂ. പക്ഷെ ഗ്രീക്കിലെ വെറും ഗോഡ് എന്ന് എഴുതിയാൽ ഏ ഗോഡ് എന്നാണ് അർത്ഥം. മനസ്സിലായോ? ദൈവത്തിന് പോലും എന്തെഴുതും? ആർട്ടിക്കിൾ എഴുതും. അതുപോലെ തന്നെ പ്രോപ്പർ നൗൺസിന് സാധാരണ നമ്മൾ ആർട്ടിക്കിൾ എഴുതാറില്ല. രാജു തോമസ് എന്ന് എഴുതുമ്പോൾ ദ രാജു തോമസ് എന്നൊന്നും പറയത്തില്ല നമ്മൾ. പക്ഷേ ഗ്രീക്കിൽ ദ രാജു തോമസ് തന്നെ എഴുതണം. കാരണം ഇല്ലെങ്കിൽ എ രാജു തോമസ് എന്നായി പോകും. പിടികിട്ടിയോ? ജീസസ്, ഈസൂസ് എന്നാണ് ഗ്രീക്ക് പറയുന്നത്. ഈസൂസ് എന്നുള്ളതിന് നമ്മൾ ആർട്ടിക്കിൾ എഴുതിയെങ്കിലേ പറ്റത്തുള്ളൂ. ആർട്ടിക്കിൾ എഴുതിയില്ലെങ്കിൽ എ ജീസസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. പിടികിട്ടിയോ? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. എല്ലാ നൗൺസും ആർട്ടിക്കിൾ ഇല്ലാതെ എഴുതിയാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് കണക്കാക്കും. അതുകൊണ്ട് എല്ലാ നൗൺസിന്റെയും കൂടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കും. ഇത്രയും പിടികിട്ടിയോ? അത് ദൈവത്തിന് ഉപയോഗിക്കും, മനുഷ്യന് ഉപയോഗിക്കും, പ്രോപ്പർ നൗൺ ഉപയോഗിക്കും, കോമൺ നൗൺ ഉപയോഗിക്കും. ഏത് നൗണിന്റെയും കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ എ എന്നുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വരും ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലായോ?
Yes, sir. നെക്സ്റ്റ്, ഇംഗ്ലീഷിൽ നമുക്ക് ഒറ്റ ഡെഫിനിറ്റ് ആർട്ടിക്കിളേ ഉള്ളൂ. ഏത് പറഞ്ഞാട്ടെ? ദ ഓർ ദി. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ചിലർ ദ എന്ന് പറയും, ചിലർ ദി എന്ന് പറയും. സ്പെസിഫിക്കേഷൻ ദി വരുമ്പോ ഏത് സ്പെസിഫിക്കേഷൻ? സ്പെസിഫൈ ചെയ്ത് ഒരെണ്ണം പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോ എന്തേ പറയുന്നത്? എല്ലാം സ്പെസിഫിക്കേഷൻ അല്ലയോ ദ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരെണ്ണം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ദ എന്ന് പറയും, ഒരെണ്ണം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ദി എന്ന് പറയും. എന്താ വ്യത്യാസം? സ്പെല്ലിംഗ് ഒക്കെ സെയിമാ, ആക്സെന്റിൽ ഒരു ചെറിയ വ്യത്യാസം. അതെന്താന്ന് എന്റെ ചോദ്യം. യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതാണ്. എന്നാ പറ, ഏതെങ്കിലും ഒന്ന് പറ. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ എന്റെ ജോലിയല്ല പഠിപ്പിക്കുന്നത്, എന്നാലും ഞാൻ ചോദിച്ചു പോവാ. So when we are mentioning a thing which we are already knowing, so when we are denoting that particular, അസ്യൂം ചെയ്താന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്താന്ന് പറയുന്നത് Allah sir, when we are mentioning something which is particular, the sun rises at the east. ദായും ദിയും തമ്മിൽ പ്രൊനൗൺസിയേഷന്റെ വ്യത്യാസമേ ഉള്ളൂ, സ്പെല്ലിംഗ് വ്യത്യാസമല്ല. എന്താന്ന് എന്റെ ചോദ്യം. The sun rises at the east. That's a The sun rises in the east. Yeah. That's a statement. That's a universal fact. The orange I eat. I didn't get it. The orange is a fruit. അത് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലയോ? പക്ഷേ എന്ത് പക്ഷേ? ഹലോ, yeah, sometimes it is how. കേക്ക് വവൽസിൽ ഉപയോഗിക്കുന്നതിന്റെ കൂടെ അല്ല ദിയും ഉപയോഗിക്കുന്ന വാക്കിന്റെ കൂടെ ദിയും, അല്ലാത്തതിന്റെ കൺസോണൻസിന്റെ കൂടെ ദായാണ് ഉപയോഗിക്കുന്നത്. Okay, thank you. The orange, the apple, the umbrella, okay, the book. നമ്മുടെ അസംഷൻ തെറ്റാന്ന് മനസ്സിലായേ? മനസ്സിലായി. പണ്ട് പഠിച്ചത് സാറേ, മറന്നുപോയി. പണ്ട് പഠിച്ചായിരുന്നില്ലയോ? അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഗ്രീക്കിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമുക്ക് ഇംഗ്ലീഷിൽ ദി അല്ലെങ്കിൽ ദ എന്ന് പറയുന്ന ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ഗ്രീക്കിലെ പ്രശ്നം, ഉപയോഗിക്കുന്ന നൗൺ അനുസരിച്ച് ആർട്ടിക്കിളിന് വ്യത്യാസം വരും. ശ്രദ്ധിക്കുന്നോ? ഉപയോഗിക്കുന്ന നൗൺ നോമിനേറ്റീവ് ആണെങ്കിൽ ആർട്ടിക്കിൾ നോമിനേറ്റീവ് ആണ്. ഉപയോഗിക്കുന്ന നൗൺ അക്യൂസേറ്റീവ് ആണെങ്കിൽ ആർട്ടിക്കിൾ അക്യൂസേറ്റീവ് ആണ്. ഉപയോഗിക്കുന്ന നൗൺ ജെനിറ്റീവ് ആണെങ്കിൽ ആർട്ടിക്കിൾ ജെനിറ്റീവ് ആണ്. ഉപയോഗിക്കുന്ന നൗൺ ഡേറ്റീവ് ആണെങ്കിൽ ആർട്ടിക്കിൾ ഡേറ്റീവ് ആണ്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് പ്ലൂറലിനും അതിന്റെ വ്യത്യാസം വരും. സിമ്പിൾ ആണ് ചെയ്യാൻ. നമ്മൾ ലോഗോസ് ലോഗോയി, ലോഗേ ലോഗോയി, ലോഗോൺ ലോഗോസ്, ലോഗു ലോഗോൺ, ലോഗോ ലോഗൈസ് പറഞ്ഞതിൽ വൊക്കേറ്റീവിന് ആർട്ടിക്കിൾ ഇല്ല. വൊക്കേറ്റീവിന് എന്തില്ല? ആർട്ടിക്കിൾ ഇല്ല. വൊക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിനെ അഡ്രസ് ചെയ്യുക. ഓ ഗോഡ്, ഓ ലോർഡ്, ഓ ഫാദർ, ഓ സൺ, ഓ ഡോട്ടർ, ഓ മദർ. അങ്ങനെ വൊക്കേറ്റീവ് ഉപയോഗിക്കുമ്പോൾ അതിനെന്തില്ല? ആർട്ടിക്കിൾ ഇല്ല. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ 4 കേസിനെ ഉള്ളു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതൊക്കെ കേസിന്? നോമിനേറ്റീവ്, ദാണ്ട് എവിടെയൊക്കെ നാണ്ടില്ല. നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ജെനറ്റീവ്, ഡേറ്റീവ്. ഇത് കറക്റ്റ് ആയിട്ട് ഒരു റൈറ്റിൽ ലെഫ്റ്റ് എഴുതിയോണ്ട് എളുപ്പമാണ് പഠിക്കാൻ. എല്ലാം കീഴോട്ട് എഴുതി നമ്മളെ ശല്യം ചെയ്തു. നോക്കിയേ, ഇത് എളുപ്പമാണ്. നോമിനേറ്റീവിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി വ്യത്യാസം. ഇപ്പൊ ലോഗോസ് എന്ന് പറയുന്നത് നോമിനേറ്റീവ് സിംഗുലർ ആണ്. അതിന്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ ഹോ ലോഗോസ് എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഹോ ഹോയി ആ എൻഡിങ്ങിൽ എടുത്ത് ഞാൻ അതേപടി എഴുതുക. ബാക്കിയെല്ലാം എൻഡിങ് തന്നെയാണ്, അതിന്റെ കൂടെ ഒരു ടി പ്രിഫിക്സ് ചേർക്കുന്നു. ലോഗോസ്, ലോഗോയി. ഓക്കെ, അക്യൂസേറ്റീവിനില്ല, വൊക്കേറ്റീവിനില്ല. ലോഗോൺ, ലോഗോസ്, ലോഗു, ലോഗോൺ, ലോഗോ, ലോഗോയിസ്.
സിമ്പിൾ ആണ് ആർട്ടിക്കിൾ എഴുതാൻ. ലോഗോസ് എന്ന് പറഞ്ഞ OS എൻഡിങ് ആണ്. അതിന്റെ എസ് കളഞ്ഞിട്ട് അവസാനത്ത് O മാത്രം എടുക്കുക. ഹോ എന്നിട്ട് റഫ് ബ്രീത്തിങ്. ഹോ ലോഗോസ് ദ വേർഡ്, ഹോയി ലോഗോയി ദ വേർഡ്സ്. ബാക്കിയെല്ലാം എൻഡിങ്ങിന്റെ കൂടെ ടി ചേർക്കുന്നു, എടുക്കുക. ടോൺ, ടൂസ്, ടു, ടോൺ, ടോയ്സ്. കണ്ടോ? കണ്ടു. സോ മാസ്കുലിൻ ആർട്ടിക്കിൾ എനിവെയർ എവരിവെയർ, മറന്നു പോകരുത്. മാസ്കുലിൻ ആർട്ടിക്കിൾ എനിവെയർ എവരിവെയർ. ഏത് മാസ്കുലിൻ നൗൺ ഉപയോഗിച്ചാലും ആർട്ടിക്കിൾ ഇതാണ്. ഹോ, ഹോയി, ടോൺ, ടൂസ്, ടു, ടോൺ, ടോയ്സ്. ശ്രദ്ധിക്കണം, ഉപയോഗിക്കുന്ന നൗണിന്റെ എൻഡിങ്ങും ഈ എൻഡിങ് കൂടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് കറക്റ്റ് ആണോ എന്ന്. ഇതിന്റെ രണ്ടിന്റെ എൻഡിങ് ഒന്നാണ്, എക്സെപ്റ്റ് നോമിനേറ്റീവ് സിംഗുലർ. പിടികിട്ടിയോ? നോമിനേറ്റീവ് സിംഗുലർ ഹോസ് എന്നല്ല. ഹോസ് എന്ന് പറഞ്ഞാൽ ഹൂ, WHO ഹൂ ആണ്. അത് പിന്നീട് നമ്മൾ പഠിക്കും ചിലപ്പോൾ 19ാമത്തെ ലെസണിലെ പറ്റും. ഹോ എന്ന് പറയുന്ന വാക്കാണ് ഹോ. ഹോ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഹോ. ഹോ ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ്. ഹോ വേർഡ് എന്നല്ല, ദ വേർഡ്. ഹോ ലോഗോസ് എന്ന് പറഞ്ഞാൽ ദ വേർഡ്. ഹോയി ലോഗോയി എന്ന് പറഞ്ഞാൽ ദ വേർഡ്സ്. ടോൺ ലോഗോൺ എന്ന് പറഞ്ഞാൽ അക്യൂസേറ്റീവ് സിംഗുലർ. ടൂസ് ലോഗോസ് എന്ന് പറഞ്ഞാൽ അക്യൂസേറ്റീവ് പ്ലൂറൽ. ടു ലോഗു എന്ന് പറഞ്ഞാൽ ജനറ്റീവ് സിംഗുലർ. ടോൺ ലോഗോൺ എന്ന് പറഞ്ഞാൽ ജനറ്റീവ് പ്ലൂറൽ. ടോ ലോഗോ എന്ന് പറഞ്ഞാൽ ഡേറ്റീവ് സിംഗുലർ. ടോയിസ് ലോഗോയിസ് എന്ന് പറഞ്ഞാൽ ഡേറ്റീവ് പ്ലൂറൽ. അതായത് എൻഡിങ് അതേപടി എടുത്ത് എഴുതിയിട്ട് ടി എന്ന് പറഞ്ഞ പ്രിഫിക്സ് ഇടുമ്പോൾ ആർട്ടിക്കിൾ കിട്ടും. നോമിനേറ്റീവ് സിംഗുലറിനും നോമിനേറ്റീവ് പ്ലൂറലിനും മാത്രം വ്യത്യാസം. നോമിനേറ്റീവ് പ്ലൂറലിന് ആർട്ടിക്കിൾ കിട്ടാൻ സിമ്പിൾ ആണ്, എൻഡിങ് മാത്രം OE എടുത്താൽ മതി. നോമിനേറ്റീവ് സിംഗുലറിന് ആർട്ടിക്കിൾ കിട്ടാൻ ഹോസ് എടുത്തിട്ട് എസ് കളഞ്ഞിട്ട് ഹോ മാത്രം, എന്നിട്ട് റഫ് ബ്രീത്തിങ്. ഇത്രയേ ഉള്ളൂ. പിടികിട്ടിയോ? അപ്പോ ആർട്ടിക്കിൾ ഒന്ന് പഠിക്കാം. ഹോ പറഞ്ഞാട്ട് ഹോ, ഹോയി. അതുകൊണ്ടാ എച്ച് പറയുന്നത്. ഹോ, ഹോയി പറഞ്ഞാട്ടെ. ഹോ, ഹോയി. ടോൺ, ടൂസ്, ടു, ടോൺ, ടോയ്സ്. സോ ഹോ, ഹോയി, ടോൺ, ടൂസ്, ടു, ടോൺ, ടോയ്സ്. പിടികിട്ടിയോ? കിട്ടി. Ending except the nominative singular are the same as those logos. Yes, of course. Okay. നമുക്ക് വൊക്കാബുലറിയിലേക്ക് പോകാം. വൊക്കാബുലറി നിങ്ങളുടെ കയ്യിലുണ്ടോ? വായിക്കാമെങ്കിൽ ഞാൻ അർത്ഥം പറയാം. അർത്ഥം പറയാമെങ്കിൽ വേർഡ് ഞാൻ പറയാം. എനിക്ക് പേജ് ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല, ഒത്തിരി സമയം എടുക്കും. പേജ് നമ്പർ 195, 96 ലെസൺ നമ്പർ 6. ലെസൺ നമ്പർ 6 എടുത്താട്ടെ. വൊക്കാബുലറി. ഇതല്ല, ഇത് മാറ്റരുത്. ആ, നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ എഴുതിയവരുള്ളവർ എടുക്കാനാ പറഞ്ഞ. ഓ, മാറ്റണ്ടായെന്ന്. എടുത്തെടുത്ത് സാറേ. enough. അർത്ഥം വായിക്കൂ. ഓക്കെ. ലെസൺ 6 ആ? ലെസൺ 6 ഇംഗ്ലീഷ് അർത്ഥം വായിക്കൂ. എന്തോ? അത് നമ്മൾ പിന്നീട് പഠിക്കും. ലെസൺ നമ്പർ 12 പഠിക്കും നമ്മൾ. എസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഈസ് എന്നാണ്. ഓക്കെ, അടുത്ത വാക്ക് പറ. ഈസൂസ് എന്ന് പറഞ്ഞാൽ ജീസസ് എന്നാണ്. ഈസൂസ് എന്നാണ്. അയോട്ടയാണ് എഴുതുന്നത്. ജെ ഇല്ല ഗ്രീക്കിൽ. അപ്പൊ ജെ ഉള്ളിടത്തെല്ലാം ഐ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ജ്യൂസ് എന്നാണ്. അയോഡായിയോസ് നമ്മൾ പഠിച്ചില്ലേ? അയാക്കോബോസ്, ജേക്കബ്, അയോഡായിയോസ്, ജ്യൂസ്. ഓക്കെ, അടുത്തത് അയാക്കോബോസ്, ജേക്കബ് ഓർ ജെയിംസ്. അയാക്കോബോസ് ാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അടുത്ത വാക്ക് അർത്ഥം പറ. ഞാൻ ആ വാക്ക് പറയാം.
sinner. ഉറക്കെ പറ. Sinner. Hamartolos. Amartolos. Yeah. Hamartolos. Okay, അടുത്ത വാക്ക്. Wind. Pardon? Wind. Wind. Animos. അനിമോമീറ്റർ എന്ന് കേട്ടിട്ടില്ലേ? അനിമോമീറ്റർ വിൻഡ് അളക്കുന്ന, വിൻഡിന്റെ സ്പീഡ് അളക്കുന്നതിന് പറയുന്ന അനിമോമീറ്റർ എന്നാണ്. അനിമോസ്. Bread. ആർട്ടോസ്. ബ്രെഡ് എന്നുള്ളതിന് ആർട്ടോസ്. Devil. The devil. Diabolos. Yeah. Diabolos. Slave. Doulos. Sun. Helios. ഹീലിയം എന്നുള്ള വാക്ക് അതിൽ നിന്നാ. ഹീലിയോസ് റഫ് ബ്രീത്തിങ് ആണ്. ഹീലിയോസ് ഡേറ്റ വിത്ത് റഫ് ബ്രീത്തിങ്. ഹീലിയോസ്. ഹീലിയോസ് ആണ്. ഹീലിയോസ് ആണ്. അതിൽ ഹീലിയം എന്നുള്ള വാക്കുള്ളത്. സൂര്യനിൽ ഹീലിയം കത്തുകയാണല്ലോ, അതുകൊണ്ടാണ് ഹീലിയോസ്. അടുത്ത വാക്ക്. God. തിയോസ്. Fruit. നമ്മൾ വേസ്റ്റിലുള്ള വാക്കാണ്. ഞാൻ കാർപ്പോസിന്റെ വക്കൽ വെച്ചേച്ച് പോകുന്ന പുതപ്പ്. കാർപ്പോസ് ഫ്രൂട്ട്. കാർബോഹൈഡ്രേറ്റ്. അടുത്ത ഏതാ? Reward. അല്ല സോറി. Reward. Mistos. Reward. Okay. Temple. Naos ആണോ അതോ ഹീറോ ആണോ? Naos. Okay. House. Oikos. Wine. Oinos. Heaven. Uranus. Okay. Uranus. Okay. പിന്നെ ക്രൗഡ്. ഒക്കിലോസ്. ടെംപ്ടേഷൻ. Perasmos. ക്രോസ്. Pardon? അടുത്തത് ക്രോസ്. Proso. ക്രോസ്. Cross. സ്പെല്ലിംഗ് പറയണേ, എനിക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല വേർഡ്. ഓക്കെ സോറി. അടുത്ത സൺ. SON. ഹൂയിയോസ്. ഹൂയി റഫ് ബ്രീത്തിങ് ആണ്. ഉപ്സിലോൺ അയോട്ട സിഗ്മ റഫ് ബ്രീത്തിങ്. ഹൂയിയോസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. the words of time. കൈറോസ് ആൻഡ് ക്രോണോസ്. കൈറോസ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റഡ് ടൈം ആണ്, സീസൺ ആണ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൈമിംഗ് ആണ്. അതിൽ ക്രോണിക്കൽ എന്നുള്ള പദമുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളോ? നമുക്ക് ട്രാൻസ്ലേഷനിൽ പോവാം. താഴോട്ട് പോയട്ടെ. ഇത് ഓർത്ത് വയ്ക്കണേ. ഈ ആർട്ടിക്കിൾ, മാസ്കുലിൻ ആർട്ടിക്കിൾ ഇതാണ്. ഏത് മാസ്കുലിൻ, വേറെ മാസ്കുലിൻ നൗൺസ് ഉണ്ട്, പക്ഷെ ആർട്ടിക്കിൾ എല്ലാം ഇത് തന്നെയാണ്. ഫെമിനിൻ ആർട്ടിക്കിൾ വേറെ ഉണ്ട്, ന്യൂട്രൽ ആർട്ടിക്കിൾ വേറെ ഉണ്ട്. അടുത്ത ക്ലാസ് പഠിക്കും. ഓക്കെ, താഴോട്ട് പോവാം. പേജ് നമ്പർ താഴോട്ട് കൊണ്ടുപോയേ. നിങ്ങളും കൂടെ താഴോട്ട് പോവാ. ട്രാൻസ്ലേഷനിലേക്ക് വാ. ഒരെണ്ണോടുണ്ട് ഈസോ. അത് ചിരിച്ചാലോടെ ചിരിച്ചില് ഒരെണ്ണോടെ പറയാൻ പറഞ്ഞു വേണ്ടേ. ചിരിയുടെ പേരോട് ചിന്ന മേപ്പെടും. മതി. നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ ഈസൂസ് കണ്ടോ? ഈസൂസ് കേൾക്കുന്നേ. ഈസൂസ് എന്ന് പറഞ്ഞാൽ ജീസസ് എന്നാ. ജയ്ക്ക് ഒരു ഐ ആണ്. ഓക്കെ, ഈസൂസ് എന്നുള്ളതിന് പ്ലൂറൽ ഇല്ല. ദർ ഇസ് നോ പ്ലൂറൽ ഫോർ ജീസസ്. ഒന്നിലധികം ജീസസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എല്ലാത്തിനും സിംഗുലറേ ഉള്ളൂ. നോമിനേറ്റ് ഈസൂസ് ആണ്. അക്യുസേറ്റ് ഈസൂൻ എന്നാണ്. ഈസൂൻ, അയോട്ട, ഏറ്റ, സിഗ്മ, ഒമിക്രോൺ, ഒപ്സിലോൺ, നോ. ഇതിന്റെ ജനറ്റീവും വൊക്കേറ്റീവും ഡേറ്റീവും. ജനറ്റീവ്, വൊക്കേറ്റീവ്, ഡേറ്റീവ് എല്ലാം ഈസു എന്നാണ്. ഓർക്കാൻ എളുപ്പമാണ്. ഈസൂസ് ഈസ് നോമിനേറ്റീവ് സിംഗുലർ, ഈസൂൻ അക്യുസേറ്റീവ്, ജനറ്റീവ്, വൊക്കേറ്റീവ്, ഡേറ്റീവ് എല്ലാം ഈസു. അയോട്ട, ഏറ്റ, സിഗ്മ, ഒമിക്രോൺ, ഒപ്സിലോൺ. So easy to remember that. Okay.
ഇത്രയേ ഉള്ളൂ. അടുത്ത ഇനി ട്രാൻസ്ലേഷൻ പോവാണ്. 6 എക്സസൈസ് 6A. ഒരു ശകലം മേപ്പോട്ട് പോക്കിയേ, ശകലം മേപ്പോട്ട് നീക്കിയേ. അത്രയും മതി. നമുക്കൊന്ന് ശ്രമിക്കാം. ട്രാൻസ്ലേഷൻ ഗാമ ക്യാപിറ്റൽ ആണ് കൊടുത്തേക്കുന്നത്. ഗ്രാഫൈ എന്താണ്? ഗ്രാഫൈ, ടോൺ, നൊമോൺ, ടു, കുറിയോ. നമ്മൾ ഇപ്പോ ആർട്ടിക്കിൾ പഠിച്ച ആർട്ടിക്കിൾ ഉള്ള ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ ഇനി എളുപ്പമാണ്. ഗ്രാഫൈ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ. എന്ന് പറയുമ്പോ തേർഡ് പേഴ്സൺ സിംഗുലർ. ഗ്രാഫോ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഐ റൈറ്റ്. ഗ്രാഫൈ തേർഡ് പേഴ്സൺ. ഹി ഓർ ഷീ റൈറ്റ്സ്. ഹി റൈറ്റ്സ്. ടോൺ, നോമോൺ അക്യൂസേറ്റീവ് സിംഗുലർ. നോമോസ് എന്ന് പറഞ്ഞല്ലോ. നോമോൺ അക്യൂസേറ്റീവ് സിംഗുലർ. ടോൺ, നോമോൺ. ഹി റൈറ്റ്സ് ദ ലോ. നോമോസ് എന്ന് പറഞ്ഞ ലോ എന്നില്ലേ? ഹി റൈറ്റ്സ് ദ ലോ. ടു കുറിയു. കുറിയു ഞാൻ പറഞ്ഞ ജെനിറ്റീവ്. ജെനിറ്റീവ് വരുമ്പോ ഓഫ് ആണ്. ഓഫ് കഴിഞ്ഞിട്ട് ടു എന്ന് പറയുമ്പോ ജെനിറ്റീവ് ആണ്. ജെനിറ്റീവിന് എന്താ വരും? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഓഫ് വരും. ഓഫ് കുറിയു. ഓഫ് ദ ലോർഡ്. He writes the law of the Lord. പിടികിട്ടിയോ? He writes the law of the Lord. അത് പിന്നെ ഓഫ് വരാൻ കാരണം എന്താന്ന് മനസ്സിലായോ? ഇല്ല. ജെനിറ്റീവ് ഞാൻ പറഞ്ഞില്ലേ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രിസീഡഡ് ബൈ ഓഫ് വിൽ ബി ജെനിറ്റീവ്. ജെനിറ്റീവിന്റെ കേസിന്റെ എൻഡിങ് കണ്ടോ? എന്റെ ദൈവമേ, ജെനിറ്റീവിന്റെ എൻഡിങ് നിങ്ങൾ പഠിച്ചില്ല. ലോഗോസ് nominative singular. Logoi nominative plural. Loge vocative singular. Logoi nominative vocative plural. Logon accusative singular. Logus accusative plural. Logu genitive singular. Logon genitive plural. Logo is dative singular and so it is genitive. To kuriyu. പിടികിട്ടിയോ? ജെനിറ്റീവ് ആണ്. അതുകൊണ്ട് ഓഫ് വന്നത്. അപ്പൊ ഒന്ന് വായിച്ചേ. He writes law. Direct object. Ton lomos. Nomon. The law. The law. Of the Lord. Yeah. He writes the law of the Lord. He writes the law of the Lord. അപ്പൊ അടുത്ത ഒന്ന് ശ്രമിച്ചതുപോലെ അവിടെ എളുപ്പം ആർട്ടിക്കിൾ ഉണ്ട്, നൗൺ ഉണ്ട്, നോമിനേറ്റീവ് ഉണ്ട്. ആർട്ടിക്കിൾ ഹോയി. ഹോയി എന്ന് പറയുമ്പോ ഏതാണ്? നോമിനേറ്റീവ് പ്ലൂറൽ. നൗൺ ഏതാണ്? ആന്ത്രോപോയി. അത് ഓയി എൻഡിങ് ആണ്. അപ്പൊ നോമിനേറ്റീവ് പ്ലൂറൽ. സിമ്പിൾ. മനസ്സിലായി? The people C2 in third person plural because this is plural. Anthropoi is plural. The people seek. The people seek those laws. Tos angelos. Accusative plural. Laws. The messengers. The angels. Angels. People seek. The people seek the angels. ഇന്ന് നമ്മൾ ആദ്യം എഴുതാൻ the people seek the angels. ആർട്ടിക്കിൾ വന്നുള്ളതേ ഉള്ളൂ. Okay. The people seek angels. ആർട്ടിക്കിൾ കൂടെ വന്നു. The people seek the angels. അർത്ഥം സിമ്പിൾ ആണ്. ഹോയ്. ഹോയ് ആർട്ടിക്കിൾ ആണ്. നോമിനേറ്റീവ് പ്ലൂറൽ. സബ്ജക്റ്റ് നോക്കണം. അതേ എൻഡിങ് തന്നെ. ഡൂലോയ്. ഡൂലോയ് എന്ന് പറഞ്ഞാൽ സ്ലേവ്സ്. The slaves plural ആണത്. Poyos in third person plural. Poyo means lesson number 4. Poyo means do or make. The slaves make zero. Odos. ഞാൻ പറഞ്ഞില്ലേ 3 വാക്ക് വോയിസ് എൻഡിങ് വരുന്നത് ഫെമിനിൻ ആണ്. ഓഡോസ്. ഓഡോസ് എന്നുള്ളതിന്റെ അക്യൂസേറ്റീവ് സിംഗുലർ ആണ്. ഓഡോൺ. എ വേ. ആർട്ടിക്കിൾ ഇല്ലാത്തോണ്ട് എ വേ എന്ന് എഴുതണം. The slaves make a way. ഏത് കേസാണത്? ടോ കുറിയോ. കേസ് ഏതാന്ന് പറ. ഒമേഗ വിത്ത് അയട്ട സബ്സ്ക്രിപ്റ്റ്. ഡേറ്റീവ് സിംഗുലർ.
Dative singular വരുമ്പോ preceded by article എന്താ വരും? Preceded by preposition to or for. Dative singular. Yeah. നമ്മൾ മേളി ഓഫ് വരുന്ന പോലെ ഇവിടെ 2 or 4 ആണ്. അപ്പൊ എന്ത് വരും? The slaves make a way for the Lord. For the Lord. The slaves make a way for the Lord. The slaves make a way for the Lord. മനസ്സിലായില്ല? ഒമേഗ വരുമ്പോ അയട്ടസ് ഡേറ്റീവ് സിംഗുലർ ആണ്. ഈ ലോഗോസ് എന്നുള്ളതും ഈ ആർട്ടിക്കിളൂടെ എൻഡിങ് പഠിച്ചാൽ സിമ്പിൾ ആണ് ഓർക്കാൻ. അടുത്ത പറ. വായിക്കാം. ഹോ ആർട്ടിക്കിൾ ആണ്, നോമിനേറ്റീവ് സിംഗുലർ. ഹോ അഡൽഫോസ് വോയിസ് എൻഡിങ് ആണ്, മാസ്കുലിൻ ആണ്. ഹോ അഡൽഫോസ് the brother to doulo, genitive singular. Doulos എന്ന് പറഞ്ഞാൽ slave. The brother of the slave. The brother of the slave. Blepe, third person singular. Blepo means see. Blepo means see. Lesson number 3. See. Yeah. കാണുക. The brother of the slave sees. Hokon. Ton oikon. House. The house. Direct object ആണ്. Okay. The brother of the slave sees the house. The brother of the slave sees the house. ഇത് സിമ്പിൾ ആണ്. സബ്ജക്റ്റ് ഇല്ല. ടീറൂസിൻ തേർഡ് പേഴ്സൺ പ്ലൂറൽ. ടീറൂസിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദേ തീരയോ. ലെസൺ നമ്പർ 4 വൊക്കാബുലറി. ഇത് കീപ്പ് എന്നാണ്. കീപ് ടോൺ ലോഗോൺ ഡയറക്റ്റ് ഒബ്ജക്ട് അക്യൂസേറ്റീവ് സിംഗുലർ. They keep the word to you of the God. Genitive singular. They keep the word of God. The word of the God. They keep the word of the God. To you means of the God. അത് എല്ലപ്പോഴൊക്കെ വരുന്നതാണ്. ഇപ്പൊ സൺ ഓഫ് ഗോഡ് എന്നൊക്കെ ഹൂയോസ് ടു യു. സൺ ഓഫ് ഹൂയോസ് ഇപ്പൊ നമ്മൾ പഠിച്ചു. മോൻ സണ്ണ്. Huios to you means son of God. Huios to anthropo, son of man. അടുത്ത പറ. Ho Jesus, the Jesus, nominative singular. Eulogai, lesson number 4. Bless. The Jesus blesses. Ton or ton, the bread. The bread. Kai and ton oino, the wine. Who ecthro of the enemy. The Jesus blesses the bread and the wine of the ecthros, enemy. Ecthro, to ecthro of the enemy. Okay. ബാക്കി നിങ്ങൾക്ക് ശ്രമിക്കാമോ? ശ്രമിക്കാം സാറേ. അടുത്ത ഇംഗ്ലീഷ് ടു ഗ്രീക്ക് നോക്കാം. ഇച്ചിരി താഴോട്ട് പോ. നെക്സ്റ്റ് ക്ലാസ് മതിയോ? മടുത്തോ? ഞാൻ എക്സോസ്റ്റഡ് ആയി. 1 മണിക്കൂർ കൂടുതൽ പറ്റത്തില്ല. ഇതിപ്പോ 1 മണിക്കൂർ കൂടുതലായി. സാറിന്റെ എനർജി കണ്ടോണ്ട് ഞങ്ങളും ഉണ്ടായിരുന്ന പാടായത്. കെമിസ്ട്രി പഠിച്ചാലും പാടായത്. കെമിസ്ട്രി പഠിക്കുന്നാലും ഫിസിക്സ് പഠിക്കുന്നാലും പഠിക്കണം. നമ്മുടെ ബ്രെയിൻ പരമാവധി വർക്ക് ചെയ്യും. കെമിസ്ട്രി പഠിച്ചതിലും പാടായത്. ഞാൻ കെമിസ്ട്രിയാ പഠിച്ചത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ declension, conjugation of verbs, declension of nouns, declension of the article. ഈ വൊക്കാബുലറി ഇത്രയും കൂടെ വായിച്ചു വന്നാൽ സിമ്പിൾ ആണ്. ഓക്കെ.
Okay, നിങ്ങൾ sir. പഠിക്കാതെ വരുന്നോണ്ടാ പ്രശ്നം. വൊക്കാബിലിറ്റി നിങ്ങളുടെ തലയിൽ ഇതുവരെ കയറിയിട്ടില്ല. അത് മറന്നു പോകുന്ന. ശരി, ഞാൻ വഴക്ക് പറയുന്നില്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, തിരുസൽ അടുത്ത് വരുന്നു. താങ്ക് യു ഫോർ ദിസ് ടൈം അവൈൽഡ് in our life to come together to learn your word. As we are pursuing a study on Greek, help us to have a deeper understanding. I bless all my students that they be able to capture and understand these things. In turn would be helping and facilitating them in the days to come in their studies. Bless us together. Thank you for hearing and answering our prayers. In Jesus' name I do offer this prayer. Amen. Amen.